അരോമാ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമാ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഡോളി ജോയിയാണ്. കർത്താവിൻ്റെ ദാസിയുടെ ജീവിതാനുഭവങ്ങൾ അരോമാ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സാക്ഷ്യം താൻ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അതിനുവേണ്ടി കൊടുത്ത വലിയൊരു വിലയുണ്ട്. പഞ്ചാബിൽ ജലന്ധറിൽ പാർത്തുകൊണ്ട് പ്രിയ കർത്താവിൻ്റെ ദാസി കർത്താവിൻ്റെ മഹത്വമുള്ള മിഷണറി ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുന്നമേ തൻ്റെ ജീവിത പങ്കാളി നിത്യതയിൽ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. കോവിഡ് കാലത്ത് പെട്ടെന്ന് തൻ്റെ മകളുടെ വിവാഹം ക്രമീകരിക്കപ്പെട്ടതായ ദിവസങ്ങളിൽ തന്നെ പ്രിയ ദൈവദാസന് താൻ പ്രിയപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. എങ്കിലും ഇന്നും കർത്താവിൻ്റെ ദാസി പ്രിയ ഡോളി ജോയിയും തൻ്റെ ഏകമകനും അവിടെയുള്ളതായ മിനിസ്ട്രി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തുടർന്നു പോരുന്നു. ആയാൽ ഈ സാക്ഷ്യം ഒരുപാട് ചലഞ്ചിങ് അനുഭവങ്ങളുടെ ഒരു കലവറയാണ്. നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഡോളി ജോയിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു കൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവന്റെ ജീവിതത്തിൽ നൽകി തന്നതായ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അരോമാ ടിവിയിൽ ഇപ്രകാരം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഡാനിയൽ അവറുകൾക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കിടുവാൻ എനിക്ക് ഇപ്രകാരം ഒരു സമയം ലഭിക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. കാരണം പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഒരു അറിവ് എന്ന് പറയുന്നത്, അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നത് ക്രിസ്ത്യാനിത്വം എന്തെന്ന് അറിയാൻ പാടില്ലാത്ത, അതായത് ക്രിസ്ത്യാനികൾ എന്തെന്നോ ദൈവമക്കൾ എന്തെന്നോ അറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തിയാണ് അനുഭവ സാക്ഷ്യം പറയേണ്ടത് എന്നുള്ളൊരു ചിന്ത, അതായിരുന്നു അറിവും. എന്നാൽ അങ്ങനെയല്ല. ജീവിതത്തിൽ കർത്താവ് തരുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കേണ്ടത് ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് തന്നെ ഒരർത്ഥത്തിൽ ഇതുപോലെയുള്ള TV ചാനലുകൾ തന്നെയാണ്. അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കാണുവാൻ എൻ്റെ ജീവിതത്തിൽ സഹായിച്ചു. അത് മുഖാന്തരം എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളും ദൈവസന്നിധാനത്തിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ നന്നായിരുന്നു എന്ന് ഞാൻ ഒരിക്കൽ ചിന്തിച്ചിരുന്നു. എന്നാൽ കർത്താവിന്റെ വിലയേറിയ ദാസി സിസ്റ്റർ ജോളി ഡാനിയൽ സഹോദരിയുമായി ഞാൻ സംസാരിച്ചതിന് ശേഷമാണ് ഇപ്രകാരം എനിക്കൊരു അവസരം ലഭിക്കും എന്നറിയുവാനിടയായി തീർന്നത്. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ജനനം മുതൽ ഉള്ളതായ ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവകൃപയാൽ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യമൊരുക്കി. കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന സ്ഥലത്തെ വിളക്കുവെട്ട വില്ലേജിൽ ശ്രീ ഡി ജോസഫ് അവറുകളുടെയും ജയനമ്മ ജോസഫ് മകളായി ജനിക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ സഹായിച്ചു. ഞങ്ങൾ 6 പെൺകുട്ടികളിൽ 2ാമത്തെ മകളാണ് ഞാൻ. ബാല്യകാലം മുതൽ ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച മാതാപിതാക്കളിൽ നിന്ന് കേട്ട് വളരെ കാര്യങ്ങൾ പഠിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിലുപരിയായി എൻ്റെ മാതാവിൻ്റെ പിതാവ്, അതായത് എൻ്റെ നാനാജി അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഒരു ശുശ്രൂഷകനായിരുന്നു. വളരെ എൻ്റെ ചെറിയ കാലം മുതൽ തന്നെ ദൈവവേലയെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തീർത്തിട്ടുണ്ട്. എൻ്റെ നാനാജി തമിഴ്നാടിനോട് അടുത്തുള്ള സ്ഥലത്ത്, അതായത് അരുമന തുടങ്ങിയ ആ ഇടങ്ങളിൽ ശുശ്രൂഷിച്ചതായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലം ഏകദേശം 3 വയസ്സിന് ശേഷം
ഞാൻ എൻ്റെ മമ്മിയുടെ ഭവനത്തിലായിരുന്നു. മമ്മിയുടെ മാതാവ്, അതായത് എൻ്റെ നാനിജി വന്നിട്ട് എന്നെ ട്രിവാൻഡ്രത്താണ് എൻ്റെ മമ്മിയുടെ ദേശം, അവിടേക്ക് കൊണ്ടുപോയി. എൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത് ഞാൻ ട്രിവാൻഡ്രത്താണ്, പന്നിയോട് എന്ന് പറയുന്ന സ്ഥലത്ത്. പന്നിയോട് പ്രൈമറി സ്കൂളിലാണ് എൻ്റെ എഡ്യൂക്കേഷൻ ആരംഭിച്ചത്. 1, 2, 3 ക്ലാസ്സുകൾ ഞാൻ അവിടെയാണ് പഠിച്ചത്. ഒന്നാം ക്ലാസ് ഞാൻ കുറെ കൂടെ സിറ്റിയിലെ ഏരിയയില്, അതായത് മുതിയാവള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എൻ്റെ നാനാജിക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നത് കാരണം അവിടെ താമസിച്ചു. മമ്മിയുടെ അനിയത്തി അന്ന് കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് മമ്മിയുടെ അമ്മച്ചിയും ഞാനും മമ്മിയുടെ അനിയത്തിയും ചേർന്ന് അവിടെ താമസിച്ച് അമ്മാമ കോളേജിൽ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ കുടുംബ വീടായ പന്നിയോട് ഭവനത്തിലേക്ക് വന്നു. 1-ാം ക്ലാസ് ഞാൻ മുതിയാവള എന്ന് പറയുന്ന സ്ഥലത്താണ് പഠിച്ചത്. 2, 3 ക്ലാസ്സുകൾ പന്നിയോട് എന്ന് പറയുന്നതായ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റാമനോട് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ താമസിച്ച് പഠിക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ സഹായിച്ചു എന്നൊക്കെ എൻ്റെ നാനി ഒത്തിരി പ്രാർത്ഥിക്കുന്ന, എൻ്റെ മമ്മിയുടെ മാതാവ് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. രാവിലെ 4 മണിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റ് അനേക ഭക്തന്മാരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അമ്മച്ചിക്കുണ്ടായിരുന്നു. പലപ്പോഴും ഞാനത് കേട്ടുകൊണ്ടാണ് ഉണർന്നിരുന്നത്. ആ സമയങ്ങളിലൊന്നും കർത്താവിന്റെ വേലയെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനൊന്നും ചെയ്തിരുന്നില്ല. ചെറിയ പ്രായത്തിൽ തന്നെ ഈ വിധമായ പ്രാക്ടീസുകളിൽ കൂടെ മുൻപോട്ട് വരുവാൻ കർത്താവിനെ സഹായിച്ചു. അപ്പോൾ തന്നെ എൻ്റെ മമ്മിയുടെ അനിയത്തി എന്ന കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു. എന്നെ വളരെ പാട്ടുകൾ പരിശീലിപ്പിക്കുവാനും, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ചർച്ചിലും അതുപോലെ കൺവെൻഷനുകളിലും ഒക്കെ എനിക്ക് പാട്ട് പാടുവാനുള്ള അവസരങ്ങൾ ഒരുക്കി തരികയും, അങ്ങനെ വലിയ ആത്മീയമായ സന്തോഷത്തിന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ മുന്നോട്ട് വളർന്നു വരുവാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കി തന്നു. തുടർന്ന് ഞാൻ ഒറ്റയ്ക്കാണ് മമ്മിയുടെ അമ്മച്ചിയുടെ അമ്മമ്മയുടെ കൂടെ ചേർന്ന് ആയിരിക്കുന്നത്. അപ്പു പലപ്പോഴും, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ പലപ്പോഴും പലയിടങ്ങളിലും ശുശ്രൂഷയ്ക്ക് പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പലപ്പോഴും ഭവനത്തിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഒക്കെയാണ് വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്കാണ്, പിന്നെ മറ്റൊരിടത്തേക്ക് ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമായിരുന്നു. എന്നാൽ എൻ്റെ പപ്പായോ മമ്മിയോ വീട്ടിൽ നിന്ന്, എൻ്റെ പുനലൂരിലുള്ള വീട്ടിൽ നിന്ന് അവിടെ ട്രിവാൻഡ്രത്തേക്ക് എന്നെ കാണുവാനായിട്ട് വരുമ്പോൾ എനിക്ക് പിന്നെ ഒത്തിരി കരച്ചിലാണ്. എനിക്ക് പപ്പയുടെയും മമ്മിയുടെയും കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി നിർബന്ധം പിടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കരഞ്ഞ് എനിക്ക് പനി പിടിക്കുക, അങ്ങനെയുള്ളതായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ 3-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പപ്പ തന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകാം, അവള് ഞാൻ എപ്പോഴും കരഞ്ഞ് അസുഖമൊക്കെ പിടിക്കുന്നല്ലോ. അങ്ങനെ പപ്പ എന്നെ പുനലൂരേക്ക് കൊണ്ടുവന്നു. പപ്പ എൻ്റെ ഇളയ സഹോദരിയുടെ ജനനത്തിന് ശേഷം പപ്പയ്ക്ക് TTC ട്രെയിനിങ്ങിന് വേണ്ടി ഓപ്പർച്യൂണിറ്റി കിട്ടി. TTC ട്രെയിനിങ്ങിന് മുമ്പ് പപ്പ ബൈബിൾ കോളേജിൽ 3 വർഷം പഠിക്കുവാൻ ഇടയായി തീർന്നു. അത് പപ്പായ്ക്ക് ഒരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇംഗ്ലീഷുകാർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിന്റെ പിതാവ് വളരെ മീറ്റിങ്ങുകളിൽ പലർക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ പിതാവ് പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൽ 3 വർഷം പഠിക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഭവനത്തിൽ വന്നതിന് ശേഷം ഭവനത്തിൻ്റെതായ അവസ്ഥകളും ഒക്കെ തനിക്ക് ശുശ്രൂഷ മേഖലയിൽ തന്നെ തുടർന്നു പോകുവാൻ കഴിയാതെ ഇരുന്നു. അതിനുശേഷം താൻ TTC ട്രെയിനിങ്ങിന് വേണ്ടി കടന്നു പോവുകയും ട്രെയിനിങ്ങിന് ശേഷം സ്കൂളിൽ ഗവൺമെന്റ് ടീച്ചറായിട്ട് അപ്പോയിന്റ്മെന്റ് ലഭിക്കുവാനിടയായി തീർന്നു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ പപ്പായ്ക്ക് എരുമേലി എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായി സ്കൂളിൽ അപ്പോയിന്റ്മെന്റ് ലഭിച്ചത്. അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ തീരെ ചെറിയ കുട്ടിയായിരുന്നു. അവിടെയും ഒരു ദേവദാസിനോട് ചേർന്ന്, അവിടെ ദൈവസഭയോട് ചേർന്ന് ആരാധനയിൽ സംബന്ധിക്കുവാനും ഒക്കെ സന്തോഷമായ ആത്മീയ നിലവാരത്തിൽ തന്നെ മുൻപോട്ട് വരുവാനിടയായി തീർന്നു. അതിനുശേഷം എൻ്റെ പിതാവിന് പുനലൂരേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാനും അവിടെ കടന്നു വന്ന് കർത്താവിന്റെ വേല പൂർണ്ണമായി ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എങ്കിലും സ്കൂൾ ജോലിയോട് ചേർന്ന് തന്നെ കർത്താവിന്റെ വേലയും അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ എൻ്റെ പിതാവിനെ ദൈവം സഹായിച്ചു കൊണ്ടിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിനോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ജനിച്ച നാൾ മുതലായിരുന്നത്.
CA ചുമതല ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലവാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിന്റെ വേലയിലും മറ്റു പല സ്ഥലങ്ങളില് പുതിയ വേലകൾ ആരംഭിച്ചെടുത്ത് കടന്നുപോയി ആരാധനകൾ നടത്തുവാനും അങ്ങനെയൊക്കെ കർത്താവിന്റെ വേലയിലും മുൻപോട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭവനത്തിൽ നല്ലൊരു ആരാധനാ സംരംഭം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബാരാധന ഞങ്ങൾക്ക് വലിയ ഒരു സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു. മാതാപിതാക്കളും ഞങ്ങൾ സഹോദരങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന ആ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം തരുന്നതായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്റെ ജീവിതത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ശരീരത്തിന് അല്പമല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടായി. അപ്പോൾ എന്റെ മാതാപിതാക്കളോട് എന്റെ ഗ്രാൻഡ് ഫാദർ തോന്നുന്നു പറയുവാനിടയായി തീർന്നു, കുഞ്ഞിന് എന്താണെന്നുള്ള കാര്യം ചെക്കപ്പ് ചെയ്ത് അറിയണം, കാരണം അവൾക്ക് ഇതൊരു വലിയ പ്രയാസമായി തീരുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു വൈദ്യശാലയിൽ കൊണ്ടുപോവുകയും വൈദ്യശാലയിൽ കുറച്ച് ദിവസം എനിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുവാനിടയായി തീർന്നു. എന്റെ മമ്മി അന്നൊരു തീരുമാനത്തിലേക്ക്, പ്രാർത്ഥനയോട് ചേർന്ന് തീരുമാനത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. കർത്താവേ, എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ അങ്ങനെ യാതൊരു പ്രതിസന്ധികളും ഉണ്ടാകരുത്, ഞാൻ അവളെ നിന്റെ വേലയ്ക്ക് വേണ്ടി, അവൾ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു, നിന്റെ വേലയ്ക്ക് വേണ്ടി അവളെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിചാരം ഒന്നും ഉണ്ടായിരുന്നില്ല. പിതാവിന് ആൺമക്കൾ ആരും ഇല്ലാത്തത് കാരണം ആവുന്നിടത്തോളം വിദ്യാഭ്യാസം ചെയ്യുക, പപ്പ എല്ലാ മക്കൾക്കും തന്നാലാവോളം വിദ്യാഭ്യാസം ചെയ്യിക്കുവാൻ അനുവദിച്ചിരുന്നു. ആവുന്നിടത്തോളം വിദ്യാഭ്യാസം ചെയ്യുക, തുടർന്ന് ഏതെങ്കിലും ഒരു ജോലി നേടുക, ജോലി ചെയ്ത് മാതാപിതാക്കൾക്ക് സപ്പോർട്ടീവായി തീരുക, അങ്ങനെയൊക്കെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഡിഗ്രി വിദ്യാഭ്യാസത്തോട് ചേർന്ന് ഞാൻ കൊല്ലൂർ SN കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രെയർ ഗ്രൂപ്പുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ICU, ICPF ഇങ്ങനെ 2 പ്രെയർ ഗ്രൂപ്പുകൾ ഞങ്ങൾക്ക് കോളേജിൽ അവൈലബിൾ ആയിരുന്നു. ഇതിൽ 2ലും ഞാൻ കൂടുതലും ICUവിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. ICPF വളരെ പരിമിതമായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നാളുകളിൽ എൻ്റെ ഹൃദയത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു 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 ആഗ്രഹം എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ഞാൻ +1 പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം BCom അഞ്ചൽ കോളേജിൽ കടന്നുപോയി. അഡ്മിഷൻ എനിക്ക് അവിടെ ലഭിച്ചു. അഞ്ചൽ കോളേജിൽ BCom പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രെയർ മീറ്റിങ്ങുകളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ ആത്മീയ നിലവാരം സൺഡേ സ്കൂൾ, ഞങ്ങളുടെ ചർച്ചിലുള്ളതായ സൺഡേ സ്കൂള് യൂത്ത് മീറ്റിംഗ് ഒക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. അന്ന് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന സംരംഭങ്ങളാണ്, ഞങ്ങൾക്ക് വളരെ അനുഗ്രഹം തന്നുകൊണ്ടിരുന്നതായ കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നല്ല താല്പര്യം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കണം. +2 അതായത് പ്രീ ഡിഗ്രി 2ാം വർഷത്തെ എക്സാമിന് ശേഷം കുറച്ച് സമയങ്ങൾ ഭവനത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, ആ സമയത്ത് വളരെ പ്രാർത്ഥനയിൽ ഒരു ഉണ്ടാക്കുവാനിടയായി തീർന്നു. എല്ലാ ദിവസങ്ങളിലും ഈ പ്രത്യേക സമയത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പ എനിക്ക് ജീവിതം അവസാനിക്കുന്നതിന് മുന്നമേ അപ്പാ നിന്റെ വേല ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അവസരം ലഭിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ അത് എങ്ങനെയെന്നോ അതിൻ്റെതായ സാഹചര്യങ്ങൾ ഏതു വിധമായിരിക്കുമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. കർത്താവിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, അപ്പച്ച എൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുന്നമേ ഒരു സാഹചര്യം എനിക്ക് നിന്റെ വേലയ്ക്ക് വേണ്ടി തരണമേ എന്ന്, നിന്റെ വചനം അറിയിക്കുവാൻ തരണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ കുറച്ച് സമയം വീട്ടിൽ ഫ്രീ ആയിട്ടുണ്ടായിരുന്ന സമയത്ത് അപ്പോഴേക്ക് എൻ്റെ നേരെ ഇളയ അനിയത്തി ഡിഗ്രി 2nd ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ബോംബെയിൽ നഴ്സിംഗ് അഡ്മിഷൻ കിട്ടുകയും അവൾ അവിടെ കടന്നു പോകാനിടയായി തീർന്നു. ആ സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി വീട്ടിൽ ഫ്രീ ആയിരുന്നു. ആ സമയം ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുവാനും കർത്താവിനോട് കൂടുതൽ ചേർന്ന് ജീവിക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ബോംബെയിലേക്ക് നഴ്സിംഗിന് ഒരു കോൾ ലെറ്റർ ലഭിക്കുവാനിടയായി തീർന്നു. ഞാൻ അവിടെ അപ്ലൈ ചെയ്തിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കോൾ ലെറ്റർ കിട്ടിയതനുസരിച്ച് ഞാൻ ബോംബെയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അവിടെ വന്നതിന് ശേഷം എനിക്ക് അഡ്മിഷൻ ലഭിച്ചില്ല. അഡ്മിഷൻ ലഭിക്കാതെ ഇരുന്നപ്പോൾ ഞാൻ മടങ്ങി വീട്ടിലേക്ക് വരുവാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു, ഏതായാലും നീ
ഇത്രയൊക്കെ പഠിച്ചില്ലേ, ബോംബെയില് ജോലി കിട്ടാനൊക്കെ നല്ല സാധ്യതകളുള്ള സ്ഥലമാണ്, കുറച്ച് ദിവസം ഇവിടെ ജോലി ചെയ്യാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സഹോദരൻ എനിക്ക് അവിടെ ഒരു ഓഫീസിൽ ജോലി വാങ്ങിച്ചു തരുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ആ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രാൻഡ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. താമസിക്കുന്നത് ചെമ്പൂരില്. വളരെ യാത്ര ചെയ്ത്, അതായത് 3 വണ്ടി യാത്ര ചെയ്ത് വേണമായിരുന്നു എനിക്ക്. അതൊക്കെ കർത്താവ് എന്നെ പഠിപ്പിച്ചു. ആ കാലയളവിൽ ഒരു സാഹചര്യം ഉണ്ടായത്, എനിക്ക് എന്റെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കർത്താവ് സാഹചര്യം ഒരുക്കി തന്നു. ഞാൻ ചെമ്പൂരിൽ ചെന്ന് താമസിക്കുമ്പോൾ ആരാധനയ്ക്ക് ഞാൻ എവിടെ പോകണമെന്നും ആരെയും പരിചയമില്ല, ആരെയും അറിയത്തില്ല. ഒരു റൂമില് 2-3-4 പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു റൂമിൽ എന്നെയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് എന്നെ അവിടെ കൊണ്ട് താമസിക്കുവാനാക്കി. എന്റെ കൂടെ താമസിക്കുന്ന കോട്ടയംകാരായ കത്തോലിക്ക ചർച്ചിൽ പോകുന്ന കുട്ടികളാണ്. അവരോട് ചേർന്ന്, അവർക്ക് കത്തോലിക്ക ചർച്ചിനെ അറിയാം. ചെമ്പൂർ ഒരു വലിയ ചർച്ചുണ്ട്. അവരവിടെ വൈകിട്ട് ആരാധനയ്ക്ക് പോകും. എന്നാൽ എനിക്ക് ആരാധനയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ദൈവസഭയിൽ എനിക്ക് ചെന്ന് പറ്റണം, എന്നെ കൊണ്ടുപോകാൻ എനിക്ക് ആരുമില്ലല്ലോ. അങ്ങനെ പ്രയാസം എന്റെ ഹൃദയത്തിൽ വന്ന് ഞാൻ വളരെ കരഞ്ഞു ഒരു ദിവസം ഇരുന്ന്. അപ്പച്ച, എനിക്ക് ഏതെങ്കിലും ഒരു ആരാധനാലയത്തെ എനിക്ക് പരിചയപ്പെടുത്താൻ. എന്നാൽ എനിക്കറിയാം ചെമ്പൂർ ഒത്തിരി ആരാധന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ എനിക്ക് പോകാനൊരു വഴിയൊന്നും അറിയത്തില്ല. ഒരു ദിവസം സൺഡേ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ നടന്നു പോവുകയാണ്, എവിടെയാ ചർച്ചെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഭവനത്തിൽ നിന്ന് പറഞ്ഞ് ഇറങ്ങി. ഇങ്ങനെ ചെമ്പൂർ ജംഗ്ഷൻ വന്നിട്ട് ഏതോ ഒരു റോഡിലേക്ക് ഞാൻ ഇങ്ങനെ നടക്കുക. എവിടേക്കാ പോകുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ഞാൻ നടന്നു പോകുമ്പോ കർത്താവിനോട് ഞാൻ പറയുന്നു, കർത്താവേ, ദൈവാരാധന എവിടെ നടക്കുന്നോ എന്നെ നീ അവിടേക്ക് കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോ ഒരു അമ്മയും ഒരു മോളും ബൈബിൾ കൈപ്പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് ഞാൻ കണ്ടു. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം തോന്നി. അപ്പൊ ഞാൻ അവിടെ നിന്ന് അവരെ വെയിറ്റ് ചെയ്തു, അവരോട് സംസാരിച്ചു. മലയാളി സഹോദരിയും അവരുടെ മോളുമാണ്. അവരോട് പറഞ്ഞു, കുഴപ്പമില്ല, എന്നാ ഞങ്ങളോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ആരാധന എവിടെയുണ്ട് എന്ന്, പെന്തക്കോസ്ത് ആരാധന എവിടെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിയതാ. ഇത്ര ദിവസമേ ആയുള്ളൂ ഞാൻ ചെമ്പൂരിൽ താമസിക്കാൻ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അവരെന്നെ ചെമ്പൂര് മിസാർ ഹാള് എന്ന് പറയുന്ന ഒരു ആരാധനാലയത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ചില ദിവസം അന്നത്തെ ആരാധനയെ സംബന്ധിച്ചു. അന്ന് അവിടെ ആരാധനയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ സന്തോഷത്തോടെ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ മടങ്ങി വന്നു. എനിക്ക് ഒരു കൂട്ടായ്മ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും എന്റെ ഹൃദയത്തിന് അത് അത്ര ആനന്ദമായി തോന്നിയില്ല. കാരണം അവിടെ എനിക്ക് അനുഭവപ്പെടുവാനിടയായി തീർന്ന ആൾക്കാരെല്ലാം അവരവരുടേതായ നിലവാരത്തിൽ വരുന്നു, ഇരിക്കുന്നു, ആരാധിക്കുന്നു. ആരാധന കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വഴിക്ക് പോകുന്നു. തമ്മിലൊന്ന് സംസാരിക്കാൻ പോലും ആർക്കും ഒരു താല്പര്യം കണ്ടില്ല. 1-2 പേർ ഒന്ന് വിളിക്കുകയോ പറയോ, ജസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നി, കർത്താവെ, ദൈവത്തിൻ്റെതായ സ്നേഹം ഹൃദയത്തിലുള്ള ഒരു അനുഭവം ഞാൻ ഇതുവരെ അനുഭവിച്ചത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കർത്താവെ. ഇതൊക്കെ ആയിരിക്കും ബോംബെ പട്ടണത്തിലെ ആത്മീയ നിലവാരം എന്നൊക്കെ ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി. ഞാൻ അന്ന് തിരികെ വീട്ടിൽ വന്നു. അതിനുശേഷം അടുത്ത 1-2 ആഴ്ച ഇങ്ങനെ ഞാൻ അവിടേക്ക് ആരാധനയ്ക്ക് കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ താമസിച്ച റൂമിൽ കർത്താവിന്റെ വിലയേറിയ ദാസൻ, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ സൂപ്രണ്ടായിരുന്ന പാസ്റ്റർ എം തോമസ്, മഹാരാഷ്ട്ര അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ടായിരുന്ന, മലയാളം സെക്ഷന്റെ സൂപ്രണ്ടായിരുന്ന പാസ്റ്റർ എം തോമസ് ഞങ്ങളുടെ റൂമിൽ എന്നെ അന്വേഷിച്ച് വരുവാനിടയായി തീർന്നു. കാരണം അവരുടെ ചർച്ചില്, അതായത് ചെമ്പൂര് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചില് പുനലൂർ പത്തനാപുരത്തുള്ളതായ ഒരു പത്തനാപുരത്തെ ഏജ് ചർച്ചിൽ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ആ ബ്രദർ കെയിം ഹോസ്പിറ്റലില് എന്റെ അനിയത്തിയെ ഒരു ദിവസം ചെന്ന് കണ്ട സമയത്ത് അവളാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് നാട്ടില് എല്ലാവരും ഒരുമിച്ച് CA മീറ്റിങ്ങുകൾക്ക്, സൺഡേ സ്കൂൾ മീറ്റിങ്ങുകൾക്കൊക്കെ ഒരുമിച്ച് സഹകരിച്ചവരാണ്. അപ്പോൾ ഞാൻ എന്റെ അനിയത്തി ആ ബ്രദറിനോട് പറയുവാനിടയായി തീർന്നു, ചേച്ചി വന്നിട്ടുണ്ട്, ചേച്ചി ചെമ്പൂര താമസിക്കുന്നത്, അവൾക്ക് ആരാധനയ്ക്ക് എവിടെ പോകണം അറിയത്തില്ല, അങ്ങനെ ഒരു പ്രയാസ ഘട്ടത്തിലായിരിക്കുന്നു എന്ന് ആ ബ്രദറിനോട് പറഞ്ഞു. അങ്ങനെ ബ്രദർ വന്ന് ചർച്ചില് പാസ്റ്ററോട് പറഞ്ഞിട്ട് പാസ്റ്ററാണ് എന്റെ റൂമിന്റെ നമ്പർ അന്വേഷിച്ച് അവിടേക്ക് വന്നത്. അങ്ങനെ പാസ്റ്റർ റൂമിൽ വന്നിട്ട് എന്നെ അന്ന് കാണാൻ പറ്റില്ല, ഞങ്ങൾ ഡ്യൂട്ടിയിലായിരുന്നു. അതിനുശേഷം പാസ്റ്റർ എന്റെ സമയം ചോദിച്ചറിഞ്ഞ് വീണ്ടും വന്ന്
കാണുവാനിടയായി തീർന്നു. എന്നിട്ട് ചെമ്പൂർ ചർച്ചിൽ AG ചർച്ചിലേക്ക് പോകുന്ന വഴിയെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് അവിടേക്ക് വരുവാൻ പറഞ്ഞു. അതിനുശേഷം എനിക്ക് അതിനേക്കാളും ഒരു നല്ല സൗഭാഗ്യം എന്ന് പറയാനിടയായി തീർന്നത്, പാസ്റ്റർ എനിക്ക് ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്ന് ട്രോംബയിൽ പാസ്റ്റർക്ക് സ്വന്തമായിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു. അവിടെ പാസ്റ്റർ BRCയിൽ സ്റ്റാഫ് ആയിരുന്നുകൊണ്ട് BRC ക്വാർട്ടേഴ്സിലാണ് പാസ്റ്റർ താമസിച്ചുകൊണ്ടിരുന്നത്. പാസ്റ്റർ ട്രോംബയിലുള്ള റൂം ഇതുപോലെ വാടകയ്ക്ക് താമസിക്കാൻ ഉള്ള കുട്ടികൾക്കായിട്ട് കൊടുത്തിരുന്നു. അത് അവരുടെ കയ്യിൽ നിന്ന് വാടക ഒന്നും പാസ്റ്റർ വാങ്ങിക്കുമായിരുന്നില്ല. അവരുടെ കണ്ടീഷൻ ഇതാണ്: ആരാധനയ്ക്ക്, സൺഡേ ആരാധനകൾക്കും, അതായത് ചർച്ചിന്റെ എല്ലാ ആക്ടിവിറ്റീസിനും വന്ന് സംബന്ധിക്കുക, അതുപോലെ ഈ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോവുക. എന്റെ ഹൃദയത്തിന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അപ്പൊ ഞാന് ചെമ്പൂർ താമസിച്ച റൂമിൽ നിന്ന് ട്രോംബയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പാസ്റ്റർ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിരുന്ന റൂമിലേക്ക്. അവിടെ ഞങ്ങൾക്ക് ഒരു 4-5 പെൺകുട്ടികളും ഞങ്ങൾ ഒരുമിച്ച് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ സൺഡേ മോർണിംഗിൽ ചർച്ചിൽ പോകും. അവിടെ ചെന്നാൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനുള്ള അനുവാദം കിട്ടി. അതിനുപരിയായി CA മീറ്റിംഗിൽ നന്നായിട്ട് ആക്റ്റീവായി പ്രവർത്തിക്കുവാനുള്ളതായ അനുവാദം ലഭിച്ചു. അതിലുപരിയായി ഞങ്ങളുടെ കോട്ടേജ് മീറ്റിങ്ങുകൾ എവിടെയെല്ലാം ഉണ്ടോ, ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ ഡയറക്റ്റ് കോട്ടേജ് മീറ്റിങ്ങുകൾക്കാണ് പോയി സംബന്ധിക്കുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ റൂമിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെയുള്ളതായ കൂട്ടായ്മകളിൽ വളരെ സന്തോഷമുണ്ടായി. അതിനുശേഷം ഞങ്ങൾക്ക് ഹോളിഡേയ്സ് ഉള്ള സന്ദർഭങ്ങളിൽ ഔട്ട്റീച്ച് വർക്കുകൾക്ക് പോകുമായിരുന്നു. ട്രാക്ട് ഡിസ്ട്രിബ്യൂഷന്, യൂത്തിൻ്റെതായ പലവിധമായ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് വളരെ സന്തോഷമായി തോന്നി. എനിക്ക് വളരെ സന്തോഷമായ ആത്മീയ നിലവാരത്തിൽ കൂടെ മുൻപോട്ട് വരുവാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ പാസ്റ്റർ M. തോമസിന്റെ ഫാമിലി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ഫാമിലി അംഗം എന്ന വണ്ണം എന്നെ ഒരു സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളിലും എന്നെ മുൻപോട്ട് ആത്മീയ നിലവാരത്തിൽ കൊണ്ടുവരുവാൻ ഹെൽപ്ഫുൾ ആയിരിക്കുകയും ചെയ്തു. CA മീറ്റിംഗിൽ ഫസ്റ്റ് CAയിൽ ഒരു പാട്ട് പാടുവാൻ കർത്താവ് എനിക്കൊരു അവസരം ഒരുക്കി. അന്ന് തന്നെ എന്നെ അവരുടെ ചർച്ചിന്റെ കൊയറിൽ ശാമിൽ ചെയ്യിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതിനോട് ചേർന്ന് 95-ലാണെന്ന് തോന്നുന്നു, ഞാൻ 95-ലാണ് ബോംബെയിലേക്ക് കടന്നു പോകുന്നത്. 96-ലെ മഹാരാഷ്ട്ര അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷൻ കൊയറിൽ ഒരു മെമ്പർ ആയിരിക്കാൻ കർത്താവിന്റെ ജീവിതത്തിൽ അവസരം ഒരുക്കി. അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അതിനുശേഷം 97-ൽ ഞാൻ മടങ്ങി നാട്ടിലേക്ക് വരുവാനിടയായി തീർന്നു. 97-ൽ കടന്നു വന്നതിന് ശേഷം ഞാൻ ലീവെടുത്താണ് കടന്നു വന്നതെങ്കിലും എന്റെ പപ്പ എന്നോട് പറഞ്ഞു, മക്കളെ നീ ഒരു കാര്യം ചെയ്യും, ഇനി ഏതായാലും ഒറ്റയ്ക്ക് ഇവിടേക്കും പോകണ്ട, വിവാഹത്തിന്റെ കാര്യങ്ങളുടെ ക്രമീകരണങ്ങൾ ചെയ്യണമല്ലോ, അതിനുശേഷം എങ്ങോട്ടേലും പോകണമെങ്കിൽ പോയാൽ മതി എന്ന് എന്നോട് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ബോംബെയിലെ ജോലിയും അതൊക്കെ ഉപേക്ഷിച്ച് പിന്നെയും വീട്ടില് ഇങ്ങനെ കുറെ നാളെ നിൽക്കുവാനിടയായി തീർന്നു. പ്രപ്പോസൽസ് ഒന്നും പെട്ടെന്നൊന്നും ഫിക്സ് ആയില്ല. ചിലതൊക്കെ കടന്നു വന്നു, എന്നാൽ അത് ഫിക്സ് ആയില്ലല്ലോ. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് വെറുതെ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴായാലും ഒരു വല്ലായ്മ ഉണ്ടല്ലോ, അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ അതിലുപരിയായി ഞങ്ങളുടെ നാട്ടിലുള്ള ചർച്ച് വളരെ എല്ലാ കാര്യങ്ങളിലും ആത്മീയ വിഷയത്തിൽ ആക്റ്റീവായിരുന്നു. അന്നുണ്ടായിരുന്ന ദേവദാസനും ഫാമിലിയും അതിനേക്കാൾ ഉപരിയായി ഞങ്ങളെ ആത്മീയ നിലവാരത്തിൽ വളർത്തുന്ന ഒരു പാസ്റ്ററും ഫാമിലിയുമായിരുന്നു. അന്ന് ഞങ്ങൾ കുറച്ചു കാലഘട്ടത്തില് ഷാരോൺ ഫെലോഷിപ്പിനോടുള്ള ചർച്ചിലായിരുന്നു അന്ന് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് പാസ്റ്റർ ജോണിക്കുട്ടി പാസ്റ്ററും കുടുംബമായിരുന്നു അവിടെ ആയിരുന്നത്. പാസ്റ്റർ പറഞ്ഞു, എന്റെ ഹൃദയത്തിൽ അടങ്ങാത്ത ആഗ്രഹം, ദൈവവചനം പഠിക്കുവാൻ ഞാൻ എന്തുകൊണ്ട് പോകുന്നില്ല? ഞാൻ ഇപ്പോഴും ഫ്രീ ആണല്ലോ വീട്ടിൽ നിൽക്കുന്നത്, ഞാൻ എന്തുകൊണ്ട് ദൈവവചനം പഠിക്കുവാൻ കടന്നു പോകുന്നില്ല? അങ്ങനെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദേവദാസൻ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസത്തില് ഇവാഞ്ചലിസം ക്ലാസ് ഉണ്ട് തിരുവല്ല ബൈബിൾ കോളേജില്, അതിന് ജോയിൻ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാപ്പായും മമ്മി എന്നെ അനുവദിച്ചു. ഞാൻ 88 ഏപ്രിലില് തിരുവല്ല ബൈബിൾ കോളേജിൽ ഇവാഞ്ചലിസം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന. അതിനുശേഷം ഞാൻ ഒരു മാസമേ ഇവാഞ്ചലിസം ക്ലാസ് ഉള്ളൂ. ഇവാഞ്ചലിസം ക്ലാസ്സിനോട് ചേർന്ന് തന്നെ PTHന് അഡ്മിഷൻ എടുത്ത് പഠിക്കുവാനായിരുന്നു എൻ്റെ താല്പര്യം.
അങ്ങനെ ഞാൻ 88 അവിടെ ഒരു മാസം ഇവാഞ്ചലിസം ക്ലാസ് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നമേ തന്നെ പഞ്ചാബിൽ മൊഹാലിൽ അസ്ബസുകളിലെ ഒരു പാസ്റ്റർ ഉണ്ട്, നമ്മുടെ പാസ്റ്റർ പി എൻ സക്കറിയ. പാസ്റ്റർ പി എൻ സക്കറിയ ആണ് എൻ്റെ മമ്മിയുടെയും പപ്പായുടെയും വിവാഹത്തിന് കാരണമായി തീർന്നതും. കാരണം എൻ്റെ മമ്മിയുടെ പപ്പ അസ്ബസുകളിലെ പാസ്റ്റർ ആയിരുന്നതുകൊണ്ട് താൻ ശുശ്രൂഷിച്ചിരുന്ന ചർച്ചില് പാസ്റ്റർ പി എൻ സക്കറിയ ഒരു പ്രാവശ്യം കൺവെൻഷന് ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന സമയത്ത് ആണ് എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും പ്രപ്പോസൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചതും. അങ്ങനെയാണ് പപ്പായുടെയും മമ്മിയുടെയും മാരേജ് നടക്കുവാനൊക്കെ ഇടയായി തീർന്നത്. അതേ ഒരു കോണ്ടെക്സ്റ്റ്, അതായത് പാസ്റ്റർ പി എൻ സക്കറിയ മൊഹാളിയിൽ ഉള്ളതായ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ പാസ്റ്റർ എം ഡി സാമുവൽ ചർച്ചില് കൺവെൻഷൻ ശുശ്രൂഷയ്ക്കായി താൻ കടന്നു വരുവാനിടയായി തീർന്നു. അവിടെ ചില ദിവസങ്ങളിലെ ആരാധനയ്ക്ക് ശേഷം തൻ നാട്ടിൽ കടന്നു വന്നതിന് ശേഷമാണ് എൻ്റെ പപ്പായോട് എൻ്റെ പ്രപ്പോസലിനെ കുറിച്ച് സംസാരിക്കുവാനും, അതായത് മൊഹാളിയിൽ ഉള്ളതായ പാസ്റ്റർ എം ഡി സാമുവൽ ചർച്ചിലുള്ളതായ ബ്രദർ ജോയ് പാറപ്പുറം എന്ന് പറയുന്ന ഒരു സഹോദരനുമായിട്ട് എൻ്റെ വിവാഹ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ആ ഫാമിലി, അതായത് എന്നെ വിവാഹം കഴിച്ചതായ ദേവദാസന്റെ കുടുംബം ഇവിടെ തേവലക്കര എന്ന സ്ഥലത്ത് ആണ്. തേവലക്കരയിൽ അസ്ബസുകോട് ചർച്ചിനോട് ചേർന്നാണ് അവര് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഏതോ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ഫാമിലി പിന്നിലേക്ക്, അതായത് അവര് CSI ബാക്ക്ഗ്രൗണ്ടിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ അവര് CSI ബാക്ക്ഗ്രൗണ്ടിലേക്ക് കടന്നു പോകുവാനും ആ ഒരു ചുറ്റുപാടുകൾ കൂടെ അവർ ജീവിക്കുവാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് പഞ്ചാബിൽ കടന്നു വന്നതിന് ശേഷം വളരെ നാളുകൾ 8 വർഷത്തോളം ലുധിയാനയിൽ ആയിരുന്നു. ലുധിയാന CMCയിൽ ഉണ്ടായിരുന്നതായ ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിനോട് ചേർന്ന് താൻ ആരാധനകളിൽ സംബന്ധിക്കുവാനും അവിടെയാണ് താൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഒക്കെ. CMCയിലുള്ളതായ പാസ്റ്റർ ഡോക്ടർ അലക്സ് എബ്രഹാം ഒക്കെ ആയിരുന്നു അന്നത്തെ ചർച്ചിലെ അവരുടെ മെമ്പേഴ്സ്. അവരോടൊക്കെ ചേർന്ന് വലിയ സന്തോഷത്തോടെ താൻ വിശ്വാസ ജീവിതത്തിലേക്ക് മുൻപോട്ട് കടന്നു വന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ആണ് താൻ മൊഹാളിയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന്റെ ആ സമയത്ത് താൻ അവിടെയായിരുന്നു, ലുധിയാനയിലായിരുന്നു. ഭയങ്കരമായ പ്രതിസന്ധിയിൽ നിന്നൊക്കെ കർത്താവ് തന്നെ വിടുവിച്ച് ആണ് ആ ദിവസങ്ങളിൽ അവിടെ സൂക്ഷിച്ചത്. അതിനുശേഷം താൻ മൊഹാളിയിലേക്ക് കടന്നു വരുവാൻ അവിടെ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ മൊഹാളിയിൽ 4-ാം വയസ്സിലുള്ളതായ പാസ്റ്റർ എം ഡി സാമുവൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചായിരുന്നു. ആ ചർച്ചിലേക്ക് കടന്നു വന്ന് തനിക്ക് ബന്ധപ്പെടുവാനും ആ ചർച്ചിനോ ആരാധനയോട് ചേർന്ന് മുന്നോട്ട് പോകാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ 88 ഞങ്ങളുടെ 88 ഏപ്രിൽ ഞാൻ തിരുവല്ല ബൈബിൾ കോളേജിൽ കടന്നുപോയി. മെയ് ലാസ്റ്റ് ആയപ്പോഴേക്ക് അവിടുത്തെ ഇവാഞ്ചലിസം ക്ലാസ്സസ് തീരുന്നതിനോട് ചേർന്ന് തന്നെ എൻ്റെ വിവാഹ കാര്യങ്ങളുടെ ക്രമീകരണങ്ങളും ആകുവാനിടയായി തീർന്നു. 88 ജൂണിൽ എൻ്റെ വിവാഹം നടക്കുവാനും ജൂൺ ലാസ്റ്റിൽ തന്നെ ഞങ്ങൾ മൊഹാളിയിലേക്ക് കടന്നു വരുവാനും ഇടയായി തീർന്നു. മൊഹാളിയിൽ കടന്നു വന്ന് ഞങ്ങള് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോട് ചേർന്ന് ആരാധനയിൽ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ മുൻപോട്ട് വരുവാൻ ഇടയായി തീർന്നു. ആ സാഹചര്യങ്ങളിൽ ഒത്തിരി പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരണം ചെയ്യേണ്ടി വന്നു. കാരണം പഞ്ചാബിന്റെ സാഹചര്യം എന്തെന്ന് എനിക്ക് അറിയുവാൻ ഒട്ടും തന്നെ പാടില്ലായിരുന്നു. പഞ്ചാബിൽ തണുപ്പ് 6 മാസവും ചൂട് 6 മാസവും അങ്ങനെയൊക്കെയുള്ള. ഞാൻ 2 വർഷം ബോംബെയിലായിരുന്നെങ്കിൽ അവിടെ തണുപ്പൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. ഏകദേശം നാടിനോട് ചേർന്ന ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു. പഞ്ചാബിൽ കടന്നു വന്നതിന് ശേഷം ഞാൻ തണുപ്പ് സമയം ആരംഭിച്ചപ്പോൾ എൻ്റെ വലിയ പ്രയാസങ്ങൾ, എനിക്ക് സ്വെറ്റർ ഇല്ല, ഷോൾ ഇല്ല, തണുപ്പിനുള്ളതായ യാതൊരു കാര്യങ്ങളും ഇല്ല. ആ സാഹചര്യത്തിൽ പാസ്റ്റർ ഫാമിലി എന്നെ ഒത്തിരി സംരക്ഷിച്ചു. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി സംരക്ഷിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒരുമിച്ച് വാങ്ങിക്കുക എന്നുള്ളതും ഞങ്ങൾക്ക് പറ്റുമായിരുന്നില്ല. അങ്ങനെ 88 ലാസ്റ്റ് എൻ്റെ ജീവിതത്തിൽ
വലിയ വിധത്തിലുള്ളതായ പ്രതിസന്ധികൾ തരണം ചെയ്യുവാനിടയായി തീർന്നു. 88 ലാസ്റ്റില് എന്റെ പ്രഗ്നൻസിയുടെ ആരംഭത്തില് എനിക്ക് എന്റെ ഹസ്ബൻഡിന് ഒരു നിഷ്ഠയുണ്ടായിരുന്നു. ഒറ്റ മീറ്റിങ്ങും താൻ മിസ് ചെയ്യത്തില്ല. ഡ്യൂട്ടി ചെയ്തിട്ട് വന്നാലും താൻ എത്രയും പെട്ടെന്ന് ഒരുങ്ങി അറ്റൻഡ് ചെയ്യണം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, എത്ര ദൂരമായാലും കൊള്ളാം, എങ്ങനെയായാലും കൊള്ളാം. അങ്ങനെ ഇരിക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ശരീരത്തിന് പ്രയാസം അനുഭവിച്ചൊരു സമയമായിരുന്നു. അന്ന് അവിടെ എല്ലാവർക്കും അന്നത്തെ സമയത്ത് ആ ചർച്ചിൽ വരുന്ന ആർക്കും തന്നെ ഒരു വണ്ടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ കയ്യിൽ സൈക്കിളുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ ഒരു സൈക്കിളുണ്ട്. ഒറ്റ ഒരു സഹോദരന് മാത്രം ഒരു ലൂണ ഉണ്ട്. ആ ലൂണയില് പാസ്റ്റർക്ക് ഒരു സ്കൂട്ടറുണ്ട്. ഇത്രയാ ദൂരെ ഒരു വീട്ടിലാ അന്ന് കോട്ടേജ് മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് വയ്യ, വരാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, സൈക്കിളിൽ ഇരിക്കാൻ എനിക്ക് ഒട്ടും വയ്യ. എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു വരുമ്പോൾ നിന്നെ ലൂണയില്ല, ബ്രദറിന്റെ കൂടെ അയക്കാം എന്ന് പറഞ്ഞു. എനിവേ എന്നെ സൈക്കിളിൽ ഇരുത്തി അത്രയും ദൂരം ആ മീറ്റിങ്ങിന് കൊണ്ടുപോയി അറ്റൻഡ് ചെയ്തു. തിരികെ വന്നപ്പോൾ എന്നെ ബ്രദറിന്റെ കൂടെ HS മാത്യൂസ് എന്ന് പറയുന്ന ബ്രദറിനോടൊപ്പം എന്നെ ലൂണയിൽ അയച്ചു. ലൂണയിൽ ഇരുന്ന് വന്ന് എന്റെ കാലില് അന്നൊരു ആക്സിഡന്റ് ഉണ്ടായി. അന്ന് വീട്ടിൽ വന്ന് എന്റെ ശരീരത്തിന് എന്തെന്നറിയത്തില്ലാത്ത വേദന. ആ രാത്രി നേരം വിളക്കുന്നതിന് മുന്നേ ഏകദേശം ഞാനൊരു 2.5-3 മാസത്തോളം ആ സമയം അന്ന് രാത്രിയത്തെ ആ കഠിനമായ ശാരീരിക വ്യഥയിൽ നിന്ന് രാവിലെ ആയപ്പോഴേക്കും എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റൽ ബ്ലീഡിങ് ആരംഭിച്ചു. പെട്ടെന്ന് പാസ്റ്റർ സിസ്റ്റർ നേഴ്സായിരുന്നു, അവരെ വിളിച്ചുകൊണ്ട് വന്നു. അവരുടെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അത് അബോർഷൻ ആകാനിടയായി തീർന്നു. ശരീരം ഒത്തിരി അങ്ങ് കംജോറായി, ക്ഷീണതയായി. എനിക്ക് പപ്പായും അമ്മയും വിട്ട് ദൂരെ പോയി. ഞാൻ താമസിക്കുന്ന ആ സാഹചര്യത്തിൽ എനിക്ക് ഉണ്ടെന്ന് പറയാൻ പാസ്റ്റർ ഫാമിലിയാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ. അതിനോട് ചേർന്ന് ചർച്ചിൽ വരുന്ന എല്ലാ സഹോദരങ്ങളും വളരെ സ്നേഹത്തിലും വളരെ സഹകരണത്തിലും ഒക്കെയാണ്. എങ്കിലും എന്തെന്നറിയാത്ത ഹൃദയഭാരം, എനിക്കറിയത്തില്ല ജീവിതത്തിൽ എന്തോ സംഭവിക്കുന്ന, എനിക്ക് അത് സഹിക്കാൻ പാടില്ലാത്തൊരു അവസ്ഥയായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങള് കൂടി വന്നുകൊണ്ടിരുന്ന സഭ, ദേവദാസനും കുടുംബവും എന്നെ വളരെ സംരക്ഷിച്ചു, പരിപാലിച്ചു. അതിനുശേഷം 2-3 മാസത്തിന് ശേഷം എഗെയിൻ പ്രഗ്നന്റ് ആയി. അതിനുശേഷം ഞാൻ ഏകദേശം 5 months ആയപ്പോഴേക്ക് എന്റെ വീട്ടിലേക്ക് പോരുവാനായിട്ട് കേരളത്തിൽ വന്ന് ഡെലിവറിക്ക് ശേഷം ഞാൻ കുഞ്ഞുമായി വീണ്ടും മൊഹാളിയിലേക്ക് കടന്നുപോയി. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ. എന്നാൽ എന്റെ സാഹചര്യങ്ങൾ അതിനൊന്നും എനിക്ക് അനുവദിക്കുമായിരുന്നില്ല. ഞാൻ മുമ്പിൽ വരുന്ന ആ സാഹചര്യത്തിനനുസരിച്ച് പ്രാർത്ഥനയിലും ദൈവസഭയോട് ചേർന്ന് അങ്ങനെ തന്നെ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ ഞാൻ കർത്താവിന്റെ വേലയെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പല ദേവദാസന്മാരിൽ നിന്ന് ആലോചനകൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടു, എന്നാൽ അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുവാനുള്ള കാലങ്ങൾ ഇനി അധികമില്ല, ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ കേട്ടതിന് ശേഷം ഞാൻ വളരെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, എത്രയും വേഗം എന്നെ ആ ഒരു ജീവിതത്തിലേക്ക് നീ നയിക്കണമേ എന്ന്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ മൊഹാളിയിൽ നിന്ന് പട്യാലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്ന ജോലിയോടുള്ള ബന്ധത്തില് മൊഹാളിയിൽ വളരെ പ്രതിസന്ധികൾ. കാരണം എന്റെ ഹസ്ബൻഡ് ഒരു ഫാക്ടറി ഇൻചാർജ് ആയിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാക്ടറി ഇൻചാർജിന് അവര് ശമ്പളം സമയത്തിന് കൊടുക്കാറില്ല. ലെമ്പേഴ്സിനൊക്കെ കൊടുക്കും, വർക്കേഴ്സിന് കൊടുക്കും. എന്നാൽ ഇദ്ദേഹമാണ് എല്ലാവർക്കും കൊടുക്കേണ്ടത്. ഇദ്ദേഹത്തിന് ശമ്പളം 1 മാസം 2 മാസം ഒക്കെ കഴിഞ്ഞാണ് ലഭിക്കുന്നത്. അതൊരു വലിയ പ്രയാസമായി തോന്നി. കുഞ്ഞിന് അസുഖം വന്നാൽ പോലും ഒരു മരുന്ന് വാങ്ങിക്കാൻ ഞങ്ങളുടെ കയ്യിൽ സാധ്യതകളില്ലാത്ത അവസരങ്ങൾ കടന്നു വന്നു. മൊഹാളിൽ വന്നതിന് ശേഷം എനിക്ക് ഒന്ന് രണ്ടിടത്ത് ജോലിയൊക്കെ ലഭിച്ചിരുന്നു. എന്നാൽ അതേസമയം ജോലിക്കൊന്നും പോകുവാൻ കഴിയാത്ത ശാരീരിക സ്ഥിതിയിലേക്ക് ഞാൻ എത്തിപ്പെടുവാനിടയായി തീർന്നു. അതിനുശേഷം കുഞ്ഞിന് അസുഖം വന്നു എന്ന് പറഞ്ഞാൽ പോലും ഫാക്ടറിയിലെ ഓണർ പൈസ കൊടുക്കണമെങ്കിൽ ആരെങ്കിലും ഒരാളെ വിടും.
ജോയി പറഞ്ഞത് ശരിയാണോ എന്ന് പോയി നോക്കിയിട്ട് വരാൻ, എന്നിട്ട് പൈസ തരത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മാനേജര് ചാച്ചന്റെ ജോലിയും സിൻസിയാരിറ്റിയൊക്കെ കണ്ടിട്ട് ചാച്ചനോട് സംസാരിക്കുവാനിടയായി തീർന്നു. നിങ്ങളെ ഞാൻ പട്ടിയാലയിലേക്ക് കൊണ്ടുപോകാം, നമ്മുടെ ഒരു നല്ലൊരു ഫാക്ടറിയിൽ നിനക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. തന്റെ വാക്കിൽ കേട്ടാണ് ഞങ്ങൾ പട്ടിയാലയിലേക്ക് വന്നത്. പട്ടിയാലയിൽ വരുന്നതിന് മുന്നേ തന്നെ ആ പറഞ്ഞ വ്യക്തി ചാച്ചന് വേണ്ടി അവിടെ ജോലി ക്രമീകരിച്ചു. അതുപോലെ തന്നെ എനിക്ക് അതേ സെയിം ഫാക്ടറിയുടെ ഓഫീസിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്കും ജോലി ക്രമീകരിച്ചു. അങ്ങനെ ഒരു നല്ലൊരു ക്രമീകരണത്തോടെ കർത്താവ് ഞങ്ങളെ പട്ടിയാലയിലേക്ക് കൊണ്ടുവന്നു. അത് തീർത്തും ഒരു ദൈവഹിതം തന്നെയായിരുന്നു. ഞങ്ങളവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള IPC ചർച്ചിനോട് ചേർന്ന് ആരാധനകളിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് ദൈവ സാഹചര്യം ഒരുക്കി. അത് കൂടാതെ ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് ഞങ്ങൾ ചുറ്റുപാടുമുള്ളവരോട്, അതായത് കൂടെ ജോലി ചെയ്യുന്നവർ പാർക്കുന്ന ഇടങ്ങൾ കടന്നുപോയി അവരോട് ഒക്കെ സുവിശേഷം പറയുവാൻ കർത്താവ് ഞങ്ങളെ അനുവദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിന് എൻ്റെ ഹസ്ബൻഡിനോട് പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു, നമുക്ക് കർത്താവിന്റെ വേലയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കുഞ്ഞിന് 2 വയസ്സ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ നോക്കുവാൻ ആരുമില്ല. അവളെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എത്തിപ്പെട്ടു. അങ്ങനെ ഇരിക്കെ എൻ്റെ പപ്പായും മമ്മിയും എന്നോട് പറഞ്ഞു, എൻ്റെ ചേച്ചിയുടെ കുഞ്ഞുങ്ങൾ, ചേച്ചിയും ഹസ്ബൻഡും ഗുജറാത്തിലായിരുന്നപ്പോൾ ചേച്ചിയുടെ കുഞ്ഞുങ്ങൾ എൻ്റെ ഭവനത്തിലാണ് വളർന്നത്. അവർ ചെറുപ്പം മുതലേ എവിടെയാണ്. എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കുഞ്ഞിനെ ഇവിടെ കൊണ്ടാക്ക്, 2 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അവൾ ഞങ്ങളോടൊപ്പം വളർന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കുഞ്ഞിനെ കൊണ്ട് നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് പോകുന്ന എൻ്റെ ഹൃദയത്തിന് ഒത്തിരി വേദനയായിരുന്നു. വളരെ കരഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞിനെ മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കടന്നുപോയി. അത് ഒരർത്ഥത്തിൽ കർത്താവിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. ഞങ്ങൾക്ക് കൂടുതൽ കർത്താവിന്റെ വേലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ അവസരം ഒരുങ്ങി ആ ദിവസങ്ങളിൽ. അതിനുശേഷം എല്ലാ ആഴ്ചയിലും ഞാനും എൻ്റെ ഹസ്ബൻഡും 2 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. ദൈവസന്നിധാനത്തിൽ കർത്താവെ, നിന്റെ ആഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ നിർവഹിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങള് പ്രാർത്ഥനാ വേളകളില് പലരുടെയും ചാച്ചൻ കൂടെ ജോലി ചെയ്യുന്ന പല വർക്കേഴ്സ് ചാച്ചൻ ജോലി ചെയ്യുന്ന മിഷന്റെ മുമ്പിൽ നിന്ന് ആരാധിക്കുകയും പാട്ട് പാടുകയും അന്യഭാഷയിൽ പാട്ട് പാടുകയൊക്കെ ചെയ്യുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നത് ചോദിക്കുമായിരുന്നു, സഹോദര നിങ്ങളെന്തായി ചെയ്യുന്നത്? ആ സാഹചര്യം കിട്ടും തനിക്ക് അവരോട് ദൈവവചനം പറയുവാൻ. അങ്ങനെ പലരോടും ദൈവവചനം പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ബീഹാറിലുള്ള ഒരു സഹോദരൻ ദരിക്ഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ദിവസം വൈകിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് കടന്നു വന്നു തന്റെ മകനുമായിട്ട്. എന്നിട്ട് പറഞ്ഞു, ജോയ് സാബ്, എൻ്റെ മോന്റെ ജീവിതത്തില് ഒരു പ്രതിസന്ധിയുണ്ട്. അവന്റെ ചെവി കേൾക്കത്തില്ല. 3 ഓപ്പറേഷൻ അവന്റെ ചെവിക്ക് വേണ്ടി ഞാൻ ചെയ്യിച്ചതാ. എന്നാൽ ഇതുവരെ അവന് കേൾവി ശരിയായിട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ എന്റെ ഹൃദയത്തിൽ പറയുന്നു, നിങ്ങൾ പറയുന്ന യേശുവില്ലേ, സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ മോന്റെ ചെവിക്ക് സൗഖ്യം തരാൻ യേശുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അതുമല്ല, അടുത്ത ആഴ്ചയിൽ ഇവന് 4ാമതൊരു ഓപ്പറേഷന് വേണ്ടി അപ്പോയിന്റ്മെന്റും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആ ആഴ്ചയിൽ ഉപവാസത്തിൽ ആ ദരീക്ഷന്റെ മകന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ആ ദരീക്ഷനെ വിളിച്ച് ചാച്ചൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, യേശുവിൽ വിശ്വസിക്ക്, നിന്റെ മകൻ ഓപ്പറേഷൻ നടക്കത്തില്ല. നീ ഓപ്പറേഷന് വേണ്ടി പൈതലിനെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടേഴ്സ് എക്ദം പിടിച്ച് ഓപ്പറേഷൻ ചെയ്യത്തില്ല. അവനെ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കും. നോക്കിയിട്ട് അവർ തന്നെ പറയും, ഇവന് ഓപ്പറേഷൻ ആവശ്യമില്ല, ഇവന്റെ ചെവിയിലുണ്ടായിരുന്ന ഡിഫക്റ്റ് മാറിയിരിക്കുന്നു, അതുകൊണ്ട് ഇവനെ കൊണ്ടുപോകും, ഓപ്പറേഷൻ ആവശ്യമില്ല എന്ന് പറയും എന്ന് ദരീക്ഷനോട് എൻ്റെ ഹസ്ബൻഡ് പറയുവാനിടയായി തീർന്നു. ആ ഓപ്പറേഷന് ഡേറ്റ് വന്നു. ആ ദരീക്ഷൻ പൈതലിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന്, അവിടെ പട്ടിയാലയിൽ രജിന്ദ്ര മെഡിക്കൽ കോളേജിലാണ്. ഡോക്ടേഴ്സ് ആ പൈതലിനെ ചെക്കപ്പ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, എടാ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, നീ എന്ത് ചെയ്തു? ഇവന് ചെവിയിൽ ആ ഡിഫക്റ്റ് കാണുന്നില്ല, അസ്വസ്ഥത ഇല്ലല്ലോ ഇവന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇവന് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് വലിയൊരു അനുഭവമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തില്. ദരീക്ഷൻ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഫാക്ടറിയിലേക്ക് ഓടിയാണ് അവൻ വന്നത് തന്നെ. വന്ന് പറഞ്ഞു, ജോയ് സാബ്, നിങ്ങളുടെ യേശു എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കി, അവന് ചെവി ഇപ്പോ കേൾക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് അവനോട് പറഞ്ഞു, നിനക്ക് ഓപ്പറേഷൻ ആവശ്യമില്ല എന്ന്.
ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഒരു പടിയായിരുന്നു അത്. അത് ഞങ്ങൾ കർത്താവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. അതൊരു ആ ഫാക്ടറിക്കകത്ത് തന്നെ ഒരു വലിയൊരു സാക്ഷ്യമായിരുന്നു. ജോയ് സാബ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ വിഷയങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കും എന്ന് ഒരു സാക്ഷ്യം അവിടെ ഉണ്ടാകുവാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചു, കർത്താവെ നിന്റെ വേലയ്ക്ക് വേണ്ട. ഞങ്ങൾ മോളെയും കൊണ്ട് നാട്ടിൽ വന്ന സമയത്ത് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ചർച്ചില് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അന്ന് ഞങ്ങൾ പ്രാർത്ഥനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവദാസൻ എവിടെ നിന്ന് വന്നാണെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ മീറ്റിംഗ് സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും പുറകിലത്തിലായിരുന്നു, ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ദേവദാസൻ അവിടുന്ന് പെട്ടെന്ന് ഏറ്റവും പുറകിലേക്ക് ചെന്ന് എൻ്റെ ഹസ്ബൻഡ് തലയിൽ കൈവച്ചിട്ട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിടയുണ്ടായിട്ടും പോകുവാൻ മടിച്ചു നിൽക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഇനി ലോത്തിനെ പോലെ ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുവരുന്നതിന് മുന്നമേ തന്നെ താനെ തീരുമാനിച്ച് പുറത്തേക്ക് വന്നാൽ അത് നിനക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന് ദൈവാലോചന വ്യക്തമായി കേൾക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്നതിന് ശേഷം ഞാൻ പലപ്പോഴും ചാച്ചനോട് ആ കാര്യം പറയുമായിരുന്നു. ചാച്ചൻ എന്നോട് പറയുമായിരുന്നു, നാം സാമ്പത്തിക പരാധീനതകൾ ഒത്തിരി അനുഭവിച്ചു, എന്നാൽ ഇപ്പോൾ കിട്ടിയ ജോലിയിൽ അല്പം ഒരു റിലാക്സേഷൻ ലഭിച്ചു. 1 വർഷം കൂടെ ജോലി ചെയ്ത് നമ്മുടെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിടത്തക്കവണ്ണം എന്തെങ്കിലും അല്പം പൈസയൊക്കെ കയ്യിൽ സ്വരൂപിച്ചിട്ട് നമുക്ക് ജോലി വിടാം എന്ന് പറയുമായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നമുക്ക് എത്രയും വേഗം ജോലി വിട്ട് തന്നെ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങണം, ബാക്കി കാര്യങ്ങൾ അപ്പച്ചൻ നോക്കിക്കോളും എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ അവിടെ പട്യാലയിൽ അടുത്ത ആഴ്ചയിൽ ദരീക്ഷന്റെ ഈ സാക്ഷ്യം ഉണ്ടായതിനു ശേഷം അതിന്റെ അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് ഇതുപോലെ അവിടെ ഒത്തിരി മഴയുള്ള ഒരു സമയമായിരുന്നു. അന്ന് ഓഫീസിൽ മറ്റാരും കടന്നു വന്നിട്ടില്ല. ഞാനും അക്കൗണ്ട്സ് മാനേജർ ഒരു മന്ദിർ ബാരി എന്ന് പറയുന്ന ഒരു സാറാണ്. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, പട്യാലയിലുള്ള. സാറ് എൻ്റെ ടേബിളിന്റെ അടുത്തേക്ക് വന്ന് എന്തോ കാര്യങ്ങൾ ചോദിക്കാൻ വന്നാണ്. അപ്പം എന്നോട് ചോദിച്ചു, ഫാമിലി കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഒത്തിരി ദുഃഖത്തില. എന്നോട് ചോദിച്ചു, അതെന്താ നിനക്ക് ഇത്ര ദുഃഖം? ഞാൻ പറഞ്ഞു, മോള് ഉണ്ടായിരുന്നു, 2 വയസ്സുള്ള, കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞുണ്ടായിരുന്നപ്പോ ഒത്തിരി സന്തോഷമായിരുന്നു. കുഞ്ഞിനെ നാട്ടിൽ കൊണ്ട് വിട്ടിട്ട് വന്നതിന്റെ സന്തോഷമാണ്. ജോലിയൊക്കെ ചെയ്ത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞവിടെ ഇല്ലാത്ത ഒരു ശൂന്യമായ ഇത് കാണുമ്പോൾ ഒത്തിരി കരയാറൊക്കെ ഉണ്ട്. ആ ഒരു ദുഃഖമാണ്, അത് മറ്റൊരു ദുഃഖം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് കുഞ്ഞിനെ വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് വന്നതിന്റെ ദുഃഖം, അപ്പൊ എന്റെ ദുഃഖം നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏകദേശം ഒരു 40-45 വയസ്സുള്ള മനുഷ്യനാ. ഞാൻ ചോദിച്ചു, സാറിന്റെ മക്കളൊക്കെ എങ്ങനെയാ എന്ന് പറഞ്ഞപ്പോ പുള്ളി അല്പസമയം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വൈഫ് എവിടെയാ? പറഞ്ഞു, വൈഫ് എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ വീട്ടില് ഞാനും എൻ്റെ വൈഫും എൻ്റെ അമ്മയാ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പുള്ളി തന്നെ പറഞ്ഞു, മാരേജ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു, പക്ഷെ അത് ജനനത്തിങ്കിൽ തന്നെ മരിച്ചുപോയി. അതിനുശേഷം ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമാകുന്നു. അടുത്ത ഏപ്രിൽ 10 തോന്നുന്നു അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ പുള്ളിയുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളി ജോലിയുടെ കാര്യത്തിൽ എന്തോ ചെന്നൊക്കെ ചോദിച്ചിട്ട് എഴുന്നേറ്റ് പോയി. അന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ ചാച്ചനോട് വിവരം ഷെയർ ചെയ്തു. ചാച്ചനോട് ഞാൻ പറഞ്ഞു, ചാച്ചൻ നമുക്ക് വാരിസാറിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം ചിരിച്ചും കളിച്ചും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അവരുടെ വീട്ടിലൊരു കുഞ്ഞുങ്ങളൊന്നുമില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാലോ, കർത്താവ് അനുവദിച്ചാൽ അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ സാധ്യത ഉണ്ടല്ലോ, നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒന്നുമില്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ തമ്മിൽ സംസാരിച്ചിട്ട് ചാച്ചൻ എന്നോട് പറഞ്ഞു, പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്, ആദ്യം പുള്ളിയോട് പറയണം നമ്മുടെ യേശുവിനെ കുറിച്ചും യേശു പ്രവർത്തിക്കുന്ന ദൈവമാണെന്നും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ആ സമയം എന്ന് പറഞ്ഞാൽ പഞ്ചാബില് ആതങ്കവാദികളുടെ ഒത്തിരി കൊടുമ്പിരി കൊണ്ട സമയമാണ്. പട്യാല ഏരിയയൊക്കെ ഭയങ്കര ആതങ്കവാദികളുടെ ഒരു പ്രവർത്തനങ്ങളുള്ള സ്ഥലമാണ്. 6 മണി കഴിഞ്ഞാല് പുറത്തെങ്ങും ആൾക്കാർ ഇറങ്ങി നടക്കാൻ ഒന്നും സമ്മതിക്കത്തില്ല. പട്ടാളമാണ്, റോഡിൽ മൊത്തം പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ ആയിരിക്കും. ഞങ്ങള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട്, അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് വെള്ളി ശനി ഉപവാസത്തിന്റെ ദിവസങ്ങളാണ്. അപ്പം എന്നോട് ചാച്ചൻ പറഞ്ഞു, നമുക്ക് പോകാം, മന്ദിർ ബാരി സാറിന്റെ വീട് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു.
അപ്പം പുള്ളികളൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയിരുന്നു. മനസ്സിലാക്കിയിട്ട് ഞങ്ങള് പുള്ളിയുടെ വീടിന്റെ ലൊക്കേഷൻ അന്വേഷിച്ച് ഇങ്ങനെ പോയി അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ച് സൈക്കിളിലാ പോയത്. കുറെ ദൂരം സൈക്കിളിൽ ഇരുന്ന് കുറെ ദൂരം നടന്നൊക്കെ പോയി. അവിടെ ചെന്ന് കതകിന് തട്ടിയപ്പം പുള്ളിയുടെ വൈഫ് വന്ന് കതവ് തുറന്ന് പുള്ളിക്കാരിക്ക് എന്നെ കണ്ട ഉടനെ മനസ്സിലായി. അയ്യോ, ഡോളിയല്ലേ? ഞാൻ പറഞ്ഞു അതെ. പറഞ്ഞു അയ്യോ, സാറ് പറഞ്ഞിട്ടുണ്ട് ഡോളി മാഡം നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കതവ് തുറന്നവർ ഞങ്ങളെ അകത്ത് കയറ്റി ഇരുത്തി. പറഞ്ഞു സാർ അവിടെ ഇല്ല, സാറ് സിസ്റ്റർ വീട്ടിലേക്ക് പോയിരിക്കുക. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞു. ഇല്ലില്ല, നിങ്ങൾ വന്ന സ്ഥിതിക്ക് സാറിനെ കണ്ടിട്ട് പോയാൽ മതി, സാർ ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അവിടെ ഇരുത്തി. ഞങ്ങളവിടെ ഇരുന്ന് ഞങ്ങൾക്ക് തിരികെ പോകണം. റോഡെല്ലാം ശൂന്യമാ, ഇത്രയും നടന്നു വേണം പോകാന്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളവിടെ ഇരുന്നു. ഏകദേശം ഒരു 9:45 കഴിഞ്ഞപ്പോഴാണ് സാറ് വന്നു കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം സംസാരിച്ചു. സാറിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ സാറിന്റെ വീട്ടില് ഇങ്ങനെ ഇരിക്കുന്ന സോഫയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി പൂജാ കാര്യങ്ങളും അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതിന്റെ ചുവട്ടില് ഒരു സോഫ അലങ്കരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ചാച്ചന് സാറിന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ജോയി ഒരു കാര്യം ചെയ്യും, ഈ സോഫയിലേക്ക് പോവാ, ഇങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ ഇവിടെയാ ഇരുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ചാച്ചനെ കൈക്ക് പിടിച്ച് ആ സോഫയിലേക്ക് എത്തി. അതിന്റെ തലപ്പത്ത് ആ കാര്യങ്ങളൊക്കെ, അവരുടെ പൂജയുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. അതിന്റെ ആ സീറ്റിലേക്ക് ഇരുത്തി കഴിഞ്ഞ് ചാച്ചനോട് സംസാരിച്ചു. ചാച്ചൻ പറഞ്ഞു, സാറേ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് മുമ്പ് കർത്താവ് നിങ്ങൾ രണ്ടാളുകളുടെ മധ്യത്തിൽ മൂന്നാമതൊരാളെ കൂടെ തരും. ഒരു കുഞ്ഞിനെ കർത്താവ് ദാനം ചെയ്യും എന്ന് ആ വ്യക്തിയോട് സംസാരിക്കുവാനിടയായി തീർന്നു. കർത്താവ് തന്ന അധികാരത്തോടെ ആ ഭാരത് സാറിനോട് ദേവദാസൻ ആ കാര്യം പറയുമ്പോൾ ആ സാറ് ആദ്യം ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ജോയ്, ഞാൻ ഈ വിഷയത്തിൽ ഒത്തിരി പൂജാപാട്ട് ചെയ്തു, ഒത്തിരി പുണ്യ സ്ഥലങ്ങൾ ഞങ്ങൾ പോയി. എന്നാൽ ഇതുവരെ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ശരിയായ മറുപടി ലഭിച്ചില്ല. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, നിങ്ങളുടെ വാക്കുകളെ ഞാൻ വിശ്വസിക്കാം. എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ യേശു ഞങ്ങൾക്ക് വേണ്ടി ഈ കാര്യം ചെയ്തു തരുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവര് ചായയൊക്കെ ഇട്ട് തന്നു. അത് 2 ട്രിപ്പ് ചായയൊക്കെ തന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആ ഏറിയ മുഴുവനും പട്ടാളക്കാരെ കൊണ്ട് നിറഞ്ഞ, ഒരു മനുഷ്യൻ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങത്തില്ല. ചാച്ചൻ സൈക്കിൾ പിടിച്ചിരിക്കുക, ഞാൻ അതിനൊപ്പം നടക്കുക. സൈക്കിള് കയറിയിരിക്കാൻ പേടി. ഇങ്ങനെ നടന്ന് ഞങ്ങൾ പോവാ. എന്നാൽ കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞ് ചാച്ചൻ സൈക്കിളിൽ കയറി, ഞാനും കുറെ കയറി ഇങ്ങനെ ഇരുന്നു. ഞങ്ങളിങ്ങനെ പോകുന്ന അനുസരിച്ച് പട്ടാളക്കാർ ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങളുടെ റൂമിന്റെ വാതിലെത്തിയപ്പോൾ 3 പട്ടാളക്കാരെ ഞങ്ങളുടെ പുറകെ ഞങ്ങളുടെ റൂമിന്റെ വാതിലെത്തി. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ അവിടെ കാൽമാലിക്ക് വന്ന് ഗേറ്റ് തുറന്നു. ഞങ്ങൾ മുകളിൽ കയറി ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവർ 3 പേരും ഗേറ്റിന് മുൻപിൽ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ, ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ നോക്കി നിൽപ്പുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ വരാന്തയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ അവർ പോയി കഴിഞ്ഞു. അങ്ങനെ കർത്താവ് ഞങ്ങളെ ആ രാത്രിയിലും സൂക്ഷിച്ചു. ആ ബ്രാഹ്മൺ ഫാമിലിയിൽ കടന്നുപോയി ദൈവവചനം പറയുവാൻ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത മാസം തന്നെ ഞങ്ങൾ റിസൈൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ അത്ഭുതകരമായ കാര്യങ്ങൾ. ഞങ്ങൾ റിസൈൻ കൊടുത്തപ്പോൾ പാരിസാറിന് ഒത്തിരി ദുഃഖം. അയ്യോ, നിങ്ങൾ ഇവിടെ വിട്ടു പോകണ്ട. കാരണം ഞങ്ങൾ സംസാരിച്ചിട്ട് വന്നതിന്റെ 2ാമത്തെ ആഴ്ചയിൽ പാരിസാർ രാവിലെ ഇവിടേക്ക് വന്നിട്ട്, ഓഫീസിൽ വന്നിട്ട് ചാച്ചനെ അന്വേഷിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളി അല്പം ലേറ്റായി വന്നതുകൊണ്ട് എന്നിട്ട് സംസാരിക്കാൻ സമയമില്ല. പുള്ളി മാനേജറും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഓഫീസിലേക്ക് കയറിപ്പോയി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓഫീസിൽ പോയി. ഉച്ചയ്ക്ക് വന്നപ്പോൾ സാറിന് ഒട്ടും സമയമില്ലായിരുന്നു. സാറിന്റെ കൂടെ ക്ലയൻസ് ഒത്തിരി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു, എനിക്ക് ഇന്ന് എന്തായാലും സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ചാച്ചനെ കണ്ടിട്ട്, ചാച്ചന്റെ കൈ ഇങ്ങനെ ഷെയ്ക്കാൻ ചെയ്തിട്ട് കൈ ഇങ്ങനെ ഉമ്മ കൊടുത്തിട്ട്
സാറ് പറഞ്ഞു, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു നിങ്ങൾ അന്ന് വീട്ടിൽ വന്നത്, ഒത്തിരി സന്തോഷമായി. ഞങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള ഞങ്ങളുടെ റിലേറ്റീവ്സിനോട് ഞങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇനി ഒരു പ്രാവശ്യം കൂടെ വരണം എന്ന് പറഞ്ഞു. അതിലും സന്തോഷമായ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്റെ വൈഫ് ഇതുപോലെ എനിക്ക് സംശയകരമായ രീതിയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു. പ്രഗ്നൻസിയുടേതായ ഡൗട്ട്ഫുൾ അവളുടെ ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് ഞങ്ങളുടെ ഫാക്ടറി മാലിക്കിന്റെ വൈഫിനെ കൂടെ കൂട്ടി രജീന്ദ്ര ഹോസ്പിറ്റലിൽ, അതായത് പട്യാലയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ്, അവിടെ പോയി അവർക്കറിയാവുന്ന ഏറ്റവും വലിയ ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യിച്ചപ്പോൾ 2 or 3 വീക്സിന്റെ പ്രഗ്നൻസി ഉണ്ടെന്ന് മനസ്സിലായി ആ സിസ്റ്ററിന്. അങ്ങനെ സാറ് ഭയങ്കര സന്തോഷത്തോടെ ആണ് അന്ന് വന്ന് ചാച്ചന്റെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് 1-2 വിസിറ്റിംഗ് കാർഡ്സ് തന്നിട്ട് പറഞ്ഞു, ജോയി ഇതിനു വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. എന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ ഫ്രണ്ടിന്റെയാണ്. ഒത്തിരി എന്റെ ഫ്രണ്ട്സും എന്റെ റിലേറ്റീവ്സും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ദിവസം തൊട്ട് ഞങ്ങള് ശക്തമായി ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകണമായിരുന്നു. അപ്പോൾ തന്നെ അത് ഒരു വലിയ സംഭവമാണ്. ഞങ്ങൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ മാലിക്ക് ഞങ്ങൾക്ക് ഒറ്റ മനുഷ്യർക്കും താൻ ജോലി ചെയ്ത പൈസയൊന്നും പോരാ കൊടുക്കുന്ന സ്വഭാവമല്ല. എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും താന് പോകുന്ന ആ 1 മാസത്തെ എത്ര ദിവസത്തെ ജോലി അത്രയും ശമ്പളം കൊടുത്ത് അവരെ വിടാറുണ്ട്. എന്നാൽ ഞങ്ങൾ പോരാൻ തുടങ്ങിയപ്പോൾ പുള്ളി തന്നെത്താനെ പറഞ്ഞു, നിങ്ങളുടെ ബോണസ്, നിങ്ങൾ ഇത്രയും നാൾ ജോലി ചെയ്തതിന്റെ എന്തൊക്കെയുണ്ടോ അത് മൊത്തം അത് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഹെഡ് ഓഫീസിലേക്ക്. അപ്പം അതിന്റെ അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഭാരത് സാർ എനിക്ക് പറഞ്ഞു തന്നു, നീ ഈ ഇന്ന് വരെയുള്ള, അതായത് പോകുന്ന ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളും, അന്ന് വരെയുള്ള ബോണസ് വരെ, ഈവൻ എനിക്കറിയത്തില്ല സാറ് എത്ര എനിക്ക് അനുകൂലമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അത് എഴുതി കൊണ്ട് തന്നെ, നീ തന്നെ എഴുതി തരാമോ, ഞാൻ എഴുതി കൊടുത്തു. സാറ് തന്നെ വെരിഫൈ ചെയ്തു, എല്ലാം വെച്ചു. അതിനു മുൻപില് ഈ ഞങ്ങൾ അവിടെ ഫാക്ടറി ചെന്നതിന് ശേഷം ഈ ഫാക്ടറി ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കമ്പൈൻ ഹാർവസ്റ്റർ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഒരു ഹാർവസ്റ്ററിന് ആ സമയത്ത് 7,20,000 ആയിരുന്നു പ്രൈസ്. ഞങ്ങൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത ആ വർഷം അവരുടെ ഫാക്ടറിയിൽ നിന്ന് 21 മെഷീൻസ് പോയി. ആ സീസണില് ഈ വീറ്റിന്റെ ഹാർവെസ്റ്റിംഗ് ടൈമിൽ 21 മെഷീൻസ് പോയി. അപ്പൊ ഭയങ്കര ഇൻകം ആയിരുന്നു ആ വർഷം സംഭവിച്ചത്. അപ്പൊ 1 വർഷം പോലും ലേബേഴ്സിനൊന്നും ഫാക്ടറി മാലിക്ക് ഇത് കൊടുക്കത്തില്ലായിരുന്നു, ബോണസും ഒന്നും കൊടുക്കത്തില്ല. അപ്പം ഈ വർഷം ഏതായാലും എല്ലാവർക്കും ബോണസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എല്ലാ വർക്കേഴ്സിന്റെ ബോണസ് എല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഇവർക്ക് ഒത്തിരി കള്ളക്കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ആ മാലിക്കിന്റെ അതായത് വീരേന്ദ്രബാബു എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു സൂട്ട് കേസ് ഉണ്ട്, അത് നിറയെ കണക്കും കാര്യങ്ങളൊക്കെയാ. അതിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതിക്കുമായിരുന്നു എന്നെ കൊണ്ട്. എനിക്ക് അതൊന്നും അറിയത്തില്ല, ഇത് നേരാന്നോ കള്ളമാണോ. പുള്ളി പറയും ഇവിടെ ഇന്ന പോലെ എഴുതും, ഇന്ന വൗച്ചർ ഇന്ന പോലെ എഴുതുമെന്ന് പറയുമ്പോൾ ഞാൻ എഴുതി കൊടുക്കും. പുള്ളി ഇതെല്ലാം ഒരു ബ്രീഫ് കേസിനകത്ത് ഇങ്ങനെ കൂട്ടി വെച്ചോണ്ടിരിക്കും. ഇങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഇങ്ങനെ ബ്രീഫ് കേസ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് തുറന്നു വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇൻകം ടാക്സുകാർ ഗേറ്റ് തുറന്ന് ഇങ്ങനെ കയറി വരുന്നു. ഗേറ്റ് തുറന്ന് കയറി വന്ന് കയ്യോടെ ഇത് മൊത്തവും പിടിച്ചു കഴിഞ്ഞിട്ട് മൊത്തം അവര് ഫോട്ടോസ്റ്റാറ്റും അതിന്റെ എല്ലാ പ്രൂഫും എടുത്ത് അവരങ്ങ് പോയി. അപ്പൊ ഇവർക്കൊരു ഒത്തിരി ഒരു ഇത് വന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട ലേബേഴ്സിന്റെ കാര്യങ്ങൾ കൊടുക്കാതെ ഇവര് പിടിച്ചു വെച്ചതാ. എന്നാൽ ഈ ബോണസുകളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ശരിയാക്കി വന്നപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു. എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നിന്റെ ഹസ്ബൻഡിന്റെ വൗച്ചർ എഴുതി ആ ക്യാഷ് സേഫിലോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ക്യാഷ് കിട്ടണോ അത് എടുത്തോണ്ട് പോരാൻ പറഞ്ഞു. അത് ഈ ഞങ്ങളുടെ ഓഫീസ് മാലിക്കും ഞങ്ങളുടെ അക്കൗണ്ട്സ് മാനേജറും തമ്മിൽ ചേർന്നാണ് ഇവര് എന്നോട് പറഞ്ഞ കാര്യം ചെയ്യിച്ചത്. ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ കൈ കിട്ടി. ഞങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞ് അടുത്ത ദിവസം ഇവര് കാര്യം ചെയ്തു, ഫാക്ടറി എല്ലാ ലേബേഴ്സിനെയും വിളിച്ച് രജിസ്റ്ററിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടിയെന്നാണല്ലോ. അപ്പൊ എല്ലാരും സൈൻ ചെയ്യിച്ചിട്ട് ഇവർക്ക് പൈസ ഒന്നും കൊടുക്കുന്നില്ല. എല്ലാവരും പറഞ്ഞു പൈസ അടുത്ത ദിവസം റെഡിയാണ്, നിങ്ങൾക്ക് പൈസ എല്ലാം കൈ തരും എന്ന് പറഞ്ഞിട്ട്
അപ്പൊ ആദ്യം ചാച്ചനെ വിളിച്ച് ചാച്ചൻ പൈസ കിട്ടാതെ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് അവർക്കെല്ലാം അറിയാം. അപ്പം ആദ്യം ചാച്ചനെ വിളിച്ച് സൈൻ ചെയ്യിച്ചു. ചാച്ചനെ എന്നെയും കൊണ്ട് സൈൻ ചെയ്യിച്ചു കഴിഞ്ഞ് അപ്പൊ ചാച്ചൻ പോയി സൈൻ ചെയ്യിച്ചപ്പോ ഇവർക്കെല്ലാം ഒരു ഉറപ്പായി, അയ്യോ ഇദ്ദേഹം സൈൻ ചെയ്തത് അപ്പൊ കിട്ടുമായിരിക്കും പൈസ എന്ന് വിചാരിച്ചു. പാവം എല്ലാരും വന്ന് സൈൻ ചെയ്തു. ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് ഈ ഒറ്റവൻ ചെറുക്കും പൈസ അവർ കൊടുത്തില്ല. അങ്ങനെ ആ ഇൻസിഡന്റ് കഴിഞ്ഞ് എന്റെ 2 ദിവസത്തിനകമാണ് ഇദ്ദേഹത്തെ ഇതുപോലെ ഇൻകം ടാക്സർ വിളിച്ചത്. ഇൻകം ടാക്സർ വിളിച്ചു കഴിഞ്ഞ് ഇവര് ഒരു അഫിഡാവിറ്റ് എഴുതിപ്പിച്ചു. അഫിഡാവിറ്റ് എഴുതിയത് ഇങ്ങനെയാ, എനിക്ക് വേണ്ടി എന്റെ പേരിൽ എഴുതിയേക്കുന്നേ, ഞാൻ ചെയ്യേണ്ട ജോലികളായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ ബ്ലാങ്ക് വൗച്ചർ സൈൻ ചെയ്ത് വെച്ചിരിക്കുക. ബ്ലാങ്ക് വൗച്ചറിന് ബോധിക്കുന്ന എമൗണ്ടിട്ട് പുള്ളി അത് പൈസ ആക്കുന്ന ശീലമായിരുന്നു. അപ്പം എന്നിട്ട് എന്നെ കൊണ്ടല്ല, പുള്ളി തന്നെ എഴുതിച്ചു വെച്ചിരിക്കുക. ഞാന് ആയിരുന്നു ഇതെല്ലാം ചെയ്യേണ്ടത്. എനിക്ക് കുഞ്ഞു വീട്ടിലുള്ളത് കൊണ്ട് ഇത് എല്ലാ ദിവസവും പ്രോപ്പർലി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ വൗച്ചേഴ്സ് ഇങ്ങനെ പെൻഡിങ് വന്നത് എന്നൊക്കെ പുള്ളി അഫിഡാവിറ്റ് എഴുതിക്കൊണ്ട് വന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും എടുത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞ് പുള്ളി പോയി. അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് റിസൈൻ്റെ സമയമായി. റിസൈൻ്റെ സമയമായപ്പോ റിസൈൻ്റെ ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടണം. അപ്പം പുള്ളി വിചാരിച്ചു ഈ ഒരു അവസരം നോക്കി സൈൻ ചെയ്യിക്കാം എന്ന് വിചാരിച്ചു. ഇന്ന പുള്ളി അത് വെച്ചോണ്ടിരുന്നു. ഞങ്ങളെ ഹെഡ് ഓഫീസ് വിളിപ്പിച്ച് ആച്ചനോട് പറഞ്ഞു, ജോയ് സാബ്, അന്ന് വരെ ജോയിന്ന് വിളിച്ച മനുഷ്യ, ജോയ് സാബ് നിങ്ങളുടെ പൈസ ഞങ്ങളുടെ പോക്കറ്റ് വെക്കാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒറ്റ പൈസ ഞാൻ എന്റെ പോക്കറ്റ് വെക്കത്തില്ല. ഞാൻ അതെല്ലാം തരും. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ അഫിഡാവിറ്റിൽ സൈൻ ചെയ്ത് തരണം. അപ്പൊ ഞാൻ ചാച്ചന്റെ മുഖത്തോട് നോക്കുക, എന്ത് ചെയ്യണം? ചാച്ചൻ പറഞ്ഞു, സാറില്ല, നമ്മൾ പോവില്ല, അയാൾ എന്തെങ്കിലും ചെയ്തോട്ടെ, നീ സൈൻ ചെയ്ത് കൊടുത്തേക്കാൻ പറഞ്ഞു. ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. ഞങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ പൈസയും അയാൾ എണ്ണി ചാച്ചന്റെ കൈ കൊടുത്തു. ഞങ്ങൾ അതുകൊണ്ട് ഫാക്ടറിയിലേക്ക് വന്നോണ്ടേ ആ ഫാക്ടറിയിൽ നിന്നുള്ള വർക്കേഴ്സ് എല്ലാം കൂടെ പുറത്തു വന്ന് ചാച്ചനെ പൊക്കിയെടുത്ത് അകത്ത് കൊണ്ടുപോയി പറഞ്ഞു, ഈ ഫാക്ടറിയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു വർക്കേഴ്സും അവരുടെ പൂരാ പൈസ മേടിച്ച് ഇറങ്ങിയിട്ടില്ല. 28 വർഷം അവിടെ ജോലി ചെയ്ത ഒരു ഗോപി അവിടെ ഉണ്ടായിരുന്ന ഗോപി, കേരളത്തിലെയാണ്. അദ്ദേഹത്തിന് ആ ദിവസങ്ങളിലെ ശമ്പളം മാത്രം കൊടുത്ത് ഭാഗത്തിനെ പറഞ്ഞിട്ടു. അങ്ങനെയുള്ള സംഭവമായിരുന്നു. എന്നാല് ഞങ്ങൾക്ക് കർത്താവ് കൂടെ ഇരുന്ന് എല്ലാ കാര്യത്തിലും അത്ഭുതകരമായി അവിടുന്ന് ഇറങ്ങാൻ സഹായിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വരുന്ന ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിൽ എന്റെ ചേച്ചി ചേട്ടനും ഉണ്ടായിരുന്നു. അവിടേക്ക് എന്നെ ആക്കിയിട്ട് ചാച്ചൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. അങ്ങനെ ഗുജറാത്തിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഞാൻ 3 മാസം ജോലി ചെയ്യുവാനിടയായി തീർന്നു, ചേച്ചിയുടെ വീട്ടിൽ താമസിച്ചിട്ട്. അപ്പം ചാച്ചൻ ഗ്രേസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇവിടെ ഗ്രേസ് ബൈബിൾ കോളേജിലെ ഒരു അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഉണ്ട്, നിനക്ക് ജോലി ചെയ്യാമെങ്കിൽ എവിടേക്ക് വരാൻ പ്രിൻസിപ്പൽ എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ സന്തോഷത്തോടെ ആ ഗുജറാത്തിലെ ജോലി വിട്ടിട്ട് ഞങ്ങള് ഇവിടെ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് വന്നു. അവിടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവിടെ സ്റ്റാഫ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റാഫ് കാർഡ് എടുത്ത് താമസിക്കാൻ റൂമൊക്കെ തന്നു. ചാച്ചൻ അവിടെ പഠിക്കുമായിരുന്നു. ചാച്ചന്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും 1 ഇയറിന്റെ അക്കൗണ്ടിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബാലൻസ് ഷീറ്റ് വരെ ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇനി എനിക്ക് വീട്ടിൽ പോയാലേ പറ്റത്തുള്ളൂ, കാരണം എനിക്ക് കുഞ്ഞിനെ സ്കൂളിൽ വിടാറായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ജോലി അവിടെ വിട്ടിട്ട് ചാച്ചൻ അടുത്ത വർഷത്തേക്ക് പഠിക്കണമായിരുന്നു. ഞാൻ വീട്ടിൽ പോരുന്നു. കുഞ്ഞിനെ വീട്ടിൽ വന്നിട്ട് ഞാൻ സ്കൂളിൽ കൊണ്ട് ചേർത്തു, LKG. അതിനുശേഷം ഞാൻ അവിടെ കുറച്ച് പിള്ളേർക്ക് ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ചാച്ചൻ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയതിനു ശേഷം ചാച്ചൻ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ലഖ്നൌവിൽ പോയി. കാരണം ലഖ്നൌവിലാണ് ഞങ്ങളുടെ മനസ്സിന്റെ താല്പര്യം. ചാച്ചനും ബാക്ക്ഗ്രൗണ്ട് അസംബ്ലീസ് കോഡിന്റെ ആണ്. ഞാനും ജനിച്ചത് വളർന്ന് രക്ഷിക്കപ്പെട്ടത് സ്ഥാനപ്പെട്ടതൊക്കെ അസംബ്ലീസ് കോഡിലാണ്. അപ്പൊ ഞങ്ങളുടെ ഹൃദയത്തിന്റെ രണ്ടുപേരുടെ താല്പര്യമായിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അസംബ്ലീസ് കോഡിനോട് ചേർന്ന് പ്രവർത്തിക്കണം എന്ന്. അങ്ങനെ ഞങ്ങള് പുനലൂർ ടീച്ചേഴ്സ് സമൂർ സാറായിരുന്നു സൂപ്രണ്ട് ആയിരുന്നത്. സാറിനോട് സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് മിഷണറിമാരെ നോർത്തിലേക്ക് അയക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ മിഷണറി ആയിട്ട് നിങ്ങളെ അയക്കാം
എന്ന് പറഞ്ഞിട്ട് സാറ് അച്ഛനെ ലക്നൌവിലേക്ക് അയച്ചു. ലക്നൌവിലാണ് പാപ്പി മത്തായി പാസ്റ്റർ. അദ്ദേഹമാണ് നോർത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ അന്ന് സൂപ്രണ്ട് ആയിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഇവിടുത്തെ ഡിസ്ട്രിക്റ്റ് ഒക്കെ അലഗലഗ് ആയിട്ടുണ്ട്. അന്ന് ഇതെല്ലാം ഒരുമിച്ച് കിടക്കുന്ന സമയമായിരുന്നു 94-ല്. ആ സമയത്ത് അച്ഛൻ ലക്നൌവിൽ വന്നതിന് ശേഷം അച്ഛനോട് എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പഞ്ചാബിലേക്ക് പോകണം, പട്യാലയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. അപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു പട്യാലയിൽ ഇപ്പൊ 1 മാസമേ ആയിട്ടുള്ളൂ, നിങ്ങൾ ജലന്ധറിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ജലന്ധറിൽ ചാച്ചനാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലമായിരുന്നു. കാരണം ജോലി ചെയ്തോണ്ട് സാഹചര്യത്തിൽ അതിനൊരിക്കൽ ജലന്ധറിൽ വന്നപ്പോൾ ജലന്ധർ ഒത്തിരി താഴ്ന്ന ഇടം, ബസ് സ്റ്റാൻഡിലൊക്കെ മഴ പെയ്താൽ വെള്ളം അഞ്ചി മുട്ട് വരെ, അതുപോലെ വീടുകളിനകത്ത് എല്ലാം വെള്ളമായിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പം ലുധിയാനയിലായിരുന്നു അന്ന് താമസിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ചാച്ചൻ പറഞ്ഞ ഞാൻ ജീവനുണ്ടെങ്കിൽ ജലന്ധറിലേക്ക് വരത്തില്ല പറഞ്ഞിട്ട് അന്ന് പോയതാ. കർത്താവിന് വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ കർത്താവ് ജലന്ധറിലേക്ക് തന്നെ കൊണ്ടുവന്നു. കർത്താവിന്റെ പ്ലാനുകളെല്ലാം വളരെ അപ് ടു ഡേറ്റ് ആയിരിക്കും എന്നുള്ളത് എൻ്റെ ലൈഫിൽ നിന്നും എൻ്റെ ഫാമിലിയുടെ ലൈഫിൽ നിന്നും ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ഡിമാൻഡുകൾ ഒരിക്കലും നമ്മൾ വലുതായി കാണാതെ, അപ്പാ നീ ഞങ്ങളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി ഏൽപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് ഒരു ഉപകരണം എന്നവണ്ണം ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് അത് വളരെ വളരെ അനുഗ്രഹമായി തന്നെ നമുക്ക് വേണ്ടി ചെയ്തു തരും. അങ്ങനെ ഞങ്ങൾ ജലന്ധറിലേക്ക് കടന്നു വന്നു. ജലന്ധറിൽ പാസ്റ്റർ ജോസഫ് രാജൻ ആണ് അന്ന് അസംബ്ലീസ് കോളിന്റെ ബന്ധത്തിലായിരിക്കുന്നത്. കർത്താവിന് ദാസന്റെ ഭവനത്തിലേക്കാണ് എൻ്റെ ഹസ്ബൻഡ് ആദ്യം കടന്നു വന്നത്. ഞാനും മോളും വീട്ടിലായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് സിറ്റിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെ ഒരു വില്ലേജിൽ അവര് അന്ന് ഏകദേശം 2 മാസത്തിന് മുൻപ് പുനലൂർ ബൈബിൾ കോളേജിൽ നിന്ന് ഒരു ടീം ജലന്ധറിൽ HMC വർക്കിന് വേണ്ടി വന്നിരുന്നു. HMC വർക്കിന് വേണ്ടി വന്നപ്പോൾ അവര് വന്ന് വർക്ക് ചെയ്ത് താമസിച്ച് ഒരു റൂം ഈ വില്ലേജിൽ അവർ എടുത്തിട്ടിരുന്നു. എടുത്തിട്ട് റൂം അവിടെ തന്നെ കിടക്കുകയായിരുന്നു. അവര് പഠിത്തം അവര് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് അവരുടെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർ മടങ്ങി ബൈബിൾ കോളേജിലേക്ക് പോയി. ആ റൂം അവിടെ ഖാലി കിടക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളെ അവിടേക്ക് കൊണ്ടാക്കി. ഞങ്ങൾ ആ റൂമിൽ താമസിക്കാൻ ആരംഭിച്ചു. പഞ്ചാബിയാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾക്ക് പഞ്ചാബി ഒട്ടുമേ അറിയത്തില്ല. പഞ്ചാബിൽ കുറച്ചു നാൾ ഉണ്ടായിരുന്നു എങ്കിലും പഞ്ചാബി പറയേണ്ട സാഹചര്യം വന്നിട്ട് സിറ്റിയിലൊക്കെ താമസിച്ചിരുന്നത് കൊണ്ട് ഹിന്ദിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിന്ദി കൊണ്ടൊക്കെ കൈകാര്യം ചെയ്ത് നിന്നാൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഹിന്ദിയല്ല, ഹിന്ദി പറയുന്നവരെ അവർ UP കാരായിട്ടാണ് മനസ്സിലാക്കുന്നത്. UP ബീഹാറിലുള്ള ഈ ലേബേഴ്സ് ആണ് ഹിന്ദി പറയുന്നത്. അപ്പൊ ഹിന്ദി പറയുന്നവരെ ഒരു ലോ ഗ്രേഡിൽ കാണുന്നുണ്ട്. ഇവിടെ പഞ്ചാബി ആണ് ഇവിടുത്തെ നോർമൽ ലാംഗ്വേജ്. അപ്പൊ അത് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ ഞാൻ പട്യാലയിലായിരുന്ന സമയത്ത് ഈ ആതങ്കവാദിൻ്റെതായ പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ട് ടോട്ടൽ ഒഫീഷ്യൽ ലാംഗ്വേജ് പഞ്ചാബി ആക്കണം എന്നൊക്കെ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കുറച്ച് പഞ്ചാബി അക്ഷരങ്ങളൊക്കെ എഴുതിയും പറഞ്ഞും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും നേരെ ചൊവ്വയൊന്നും പറയാനൊന്നും അറിയത്തില്ല. ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടേക്ക് വന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ പുതിയ ആൾക്കാരാണ്. ഞങ്ങളെ കാണാൻ ആൾക്കാർ വരാറുണ്ട്. അവരോട് ഞങ്ങളുടെ സാക്ഷ്യമെന്ന് മാത്രമല്ല ഞങ്ങൾ പറയാറുണ്ട്. അതിലെല്ലാം ഉപരിയായി കൊച്ചു പിള്ളേർ വരും. ഞങ്ങളുടെ മോള് ചെറുതായിരുന്നു, 5 വയസ്സാണെന്നോ അവൾക്കുള്ളത്, മോനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കുഞ്ഞിനോട് കളിക്കാനും അവളോട് പരിചയപ്പെടാനും ഒക്കെ കൊച്ചു പിള്ളേർ വരും. അങ്ങനെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഈ കുഞ്ഞുങ്ങൾക്ക് മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെപ്പോഴും വരും. അങ്ങനെ ഒരു സൺഡേ സ്കൂൾ ഞങ്ങൾ ആരംഭിച്ചു. ഇവിടെ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങി. ഏകദേശം 60-65 കുഞ്ഞുങ്ങളോളം സൺഡേ സ്കൂൾ കടന്നു വരുവാനിടയായി തീർന്നു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഈ കുഞ്ഞുങ്ങളെ ഇന്ന സമയമൊന്നുമില്ല, ഏത് സമയത്തും അവർക്ക് സമയം കിട്ടുമ്പോഴെല്ലാം വരും ഞങ്ങളെടുത്ത്. ഒരു മോളോട് കൂടെ കളിക്കും, എന്നിട്ട് അവർ പോകും. സൺഡേ ആരാധനയുടെ സമയത്ത് പലപ്പോഴും ഞാനും ചാച്ചനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ചില സന്ദർഭങ്ങളിൽ ഒരു 7th ഡേ ഫാമിലി ഉണ്ട്. അവർ ആരാധനയ്ക്ക് ശനിയാഴ്ച ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോകത്തില്ല, അങ്ങനെ ആയിരുന്നു. എന്നാൽ ഞങ്ങൾ സൺഡേയിലാണ് ആരാധന ചെയ്യുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം സൺഡേയിൽ ചില സമയങ്ങളിൽ അവർ വന്ന് ഞങ്ങളോടൊപ്പം ഇരിക്കാറുണ്ടായിരുന്നു. അവരോട് ചേർന്ന് മറ്റു ചിലരും ഞങ്ങളോടൊപ്പം ആരാധനയ്ക്ക് കടന്നു വരുവാൻ 94 ജൂലൈയിൽ വന്നു. ചാച്ചൻ ജൂലൈയിൽ വന്നു. ഞാൻ മോളും ഓഗസ്റ്റിൽ വന്നു. അതിനുശേഷം ഞങ്ങൾ ഈ പ്രവർത്തനം ഇങ്ങനെ വില്ലേജുകളിൽ ചുറ്റി
നടന്ന് വീടുകളിൽ ട്രാക്റ്റുകൾ കൊടുക്കുക, പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോ ഇടങ്ങളിലും പ്രവർത്തനത്തിന് വേണ്ടി കർത്താവ് ഞങ്ങളെ ഈ പ്രദേശത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഞങ്ങള് പഞ്ചാബി പഠിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് അങ്ങനെ ഇരിക്കെ ഒരു മാതാവ് വന്ന് പറഞ്ഞു, ഒരു വീട്ടിലൊരു പെൺകുട്ടി സുഖമില്ല കിടക്കുന്നെന്ന് പറഞ്ഞു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പെൺകുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോ വല്ല പനിയോ വേദനയോ എന്തെങ്കിലും ആയിരിക്കും എന്ന് കണ്ട് ഞങ്ങൾ സുഖമില്ലാത്ത കൊച്ചിന് പ്രാർത്ഥിക്കാൻ അവിടെ ചെന്നപ്പോ ഒരു പെൺകുട്ടി കട്ടിലിൽ ഞാൻ കിടക്കുന്നുണ്ട്. കണ്ണ് തുറന്നിരിക്കുകയാണ്. അവൾ എന്തോ നോക്കുന്നേ, അവൾ എന്തോ ആക്ഷൻ കാണിക്കുന്നേ ഒന്നും അറിയാൻ പാടില്ല. അപ്പം ആ കോമ്പൗണ്ട് അവരുടെ ഗേറ്റ് കടന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ കർത്താവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങൾ അകത്ത് ചെന്ന് ആരോടും സംസാരിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും ഒന്നും ഇരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥനയിൽ തന്നെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചെന്ന് ആ കുട്ടിയുടെ കട്ടിലിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഈ കുട്ടി തലയിട്ടടിക്കുവാനും കൈയും കാലിട്ടടിക്കുവാനും ഒക്കെ തുടങ്ങി. പിശാച് ബാധിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അത്. ഞങ്ങൾ ഇങ്ങനെ ആ കട്ടിലിന്റെ സൈഡിൽ നിന്ന് ശക്തമായി ആത്മാവിൽ അന്യഭാഷയിൽ ഉറച്ചു പ്രാർത്ഥിക്കുന്ന കേട്ട് ചുറ്റുപാടുന്ന ആൾക്കാരെല്ലാം കൂടി വന്നു എന്തോ ഇവിടെ നടക്കുന്നത് കാണാനായിട്ട്. അവസാനം പ്രാർത്ഥിച്ച് ചാച്ചൻ ഇങ്ങനെ അവളുടെ നെറ്റിക്ക് കൈ ഇങ്ങനെ വെച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോണ്ടേ ഇവള് അങ്ങ് വീണം കിടന്ന് ഞാൻ അവളുടെ തലക്ക ഭാഗത്ത് നിൽക്കുകയാണ്, ചാച്ചൻ സൈഡില്. ഞങ്ങൾ അല്പനേരം ഇങ്ങനെ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു. ആമേൻ പറഞ്ഞതിന് ശേഷം ഞാൻ അവളെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ടീക്കേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എഴുന്നേറ്റിരിക്കാമോ? പറഞ്ഞോണ്ടേ അവൾ എഴുന്നേറ്റിരുന്നു. ഞാൻ അവളോട് ചോദിച്ചു എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. ആ പൈശാചിക ശക്തി അവളെ വിട്ടുപോയി. വലിയൊരു വിടുതൽ ആ പെൺകുട്ടിക്ക് അന്ന് രാത്രികാലം കർത്താവ് കൊടുക്കുവാനിടയായി തീർന്നു. സത്യത്തിന് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലും ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കാണുന്നത്. കർത്താവ് വലിയ അത്ഭുതം ആ വില്ലേജിന് മധ്യത്തിൽ ചെയ്യുവാനിടയായി തീർന്നു. ആ പെൺകുട്ടിയും മാതാവും ഒക്കെ അന്ന് മുതൽ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുവാനിടയായി തീർന്നു. ആ കുടുംബം ഞങ്ങളോട് വളരെ സ്നേഹമായി സഹകരിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ആ പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടേ ഇല്ല. അതിനുശേഷം അവളെ വിവാഹം കഴിച്ചയച്ചു. എന്നാൽ ആ കുടുംബം പൂർണ്ണമായി ദൈവ സന്നിധിയിലേക്ക് വേറിട്ട് വരുവാൻ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. ആ മാതാവ് ക്രമമായി ചർച്ചിൽ വരികയും കൂട്ടായ്മയ്ക്ക് കടന്നു വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. സ്നാനപ്പെടുവാനിടയായി തീർന്നു. അതിനുശേഷം അവര് മരിച്ചുപോയി. അവര് മരിച്ചു കഴിഞ്ഞിട്ട് ആ വീട്ടുകാര് ഇവര് ഒരു ദൈവവേല, അതായത് സ്നാനപ്പെട്ട വ്യക്തിയാണെന്ന് പോലും ചിന്തിച്ചില്ല. ആ മകനൊക്കെ ഒത്തിരി പ്രതികൂലമായിട്ട് നിൽക്കുമായിരുന്നു മാതാവിന്. മകൻ പറയുമായിരുന്നു, നീ എത്ര ചർച്ചിൽ പോകുന്ന സ്നാനപ്പെട്ടാന്നൊക്കെ പറഞ്ഞാലും നിന്നെ ഞങ്ങൾ കുഴിച്ചിടത്തില്ല, തീ കത്തിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു മാതാവിനോട്. അത് പറഞ്ഞതുപോലെ തന്നെ അവര് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും ആ കുടുംബം പൂർണ്ണമായിട്ട് ദൈവസന്നിധി വന്നിട്ടില്ല. എന്നാൽ അന്ന് സൗഖ്യം പ്രാപിച്ച പെൺകുട്ടി സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. അവൾ ആരാധനയ്ക്ക് പോകുന്നുണ്ട്. അവളെ വിവാഹം കഴിച്ച് അയച്ചു വിട്ട ആ ഭവനത്തിൽ അവളും അവളുടെ കുഞ്ഞുങ്ങളും ദൈവസന്നിധിയില് ആരാധനയ്ക്ക് കടന്നു പോകുന്നുണ്ട്. ആ കുടുംബത്തിന്റെ പൂർണ്ണമായ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുന്നു. എന്നാൽ ഈ പ്രദേശത്ത് കടന്നു വന്ന ശേഷം ഞങ്ങൾ വളരെ പ്രതികൂലങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു. പല സന്ദർഭങ്ങളിലും ഞങ്ങൾ രോഗത്തിലേക്ക് കടന്നുപോയി. ഒരു പ്രാവശ്യം മോൻ ജനിക്കുന്നതിന് മുന്നമേ മോൾക്ക് പനിയായി. ഞങ്ങൾ വന്നതിന്റെ 1 വർഷം കഴിഞ്ഞ് മോൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനൊന്നും ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 1000 രൂപ ഞങ്ങളെ കേരളത്തിൽ നിന്ന് വിട്ടതായതുകൊണ്ട് അവർ 1000 രൂപ ലഖ്നൌവിലേക്ക് അയക്കും. ലഖ്നൌവിൽ നിന്ന് ഞങ്ങൾക്ക് 800 രൂപയാണ് ഇവിടെ വരുന്നത്. 800 രൂപ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 450 രൂപ വാടക കൊടുക്കും. ബാക്കിയാണ് ഞങ്ങളുടെ ചെലവ് കാര്യങ്ങൾ. അപ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളല്ലോ. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കരം പിടിച്ചിരുന്നു. കർത്താവ് ആ സമയത്തും ഞങ്ങളുടെ ജീവിതത്തിന് ഒരു കുറവും ഉണ്ടെന്ന് തോന്നുവാൻ ഇടയാക്കിയില്ല. എന്നാൽ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായി. ഞങ്ങളുടെ ഭവനത്തിൽ ആഹാരത്തിന് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ മോള് 4 ദിവസം കഴിഞ്ഞപ്പോൾ മോള് ചോദിച്ചു, എന്താ ചോറ് വയ്ക്കാത്തെന്താ? ഞാൻ പറഞ്ഞു, മോളെ അരി ഇല്ലാത്തോണ്ടാ, എന്നാ റൊട്ടി ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു ആട്ടയും ഇല്ല എന്ന് പറഞ്ഞു. എന്റെ
കണ്ണ് നിറഞ്ഞു പോയി. കുഞ്ഞെന്നോടൊന്നും മറുപടി പറഞ്ഞില്ല. അവൾ എന്നോട് പറഞ്ഞു, ഈ ഒരു ചെറിയ ബക്കറ്റ് എടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞു, മമ്മി ഇതിനകത്ത് വെള്ളം നിറച്ചു വെക്കാം, വിശക്കുവാണെങ്കിൽ നമുക്കത് കുടിക്കാമെന്ന് പറഞ്ഞു. അന്ന് അവൾക്ക് 5 വയസ്സാ ഉള്ളത്. ഞാൻ ഒത്തിരി കരഞ്ഞു എൻ്റെ കർത്താപ്പച്ചനോട്. ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപകന്റെ മകളായിട്ട് വളർന്നു. ഞങ്ങളുടെ ഭവനത്തിൽ ഒന്നിനും ഒരു കുറവും ഞാൻ അനുഭവിച്ചിട്ടില്ല. സുവിശേഷ വേലയുടെ നിലവാരങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നത് നല്ല കാര്യങ്ങളാ, പക്ഷെ അതിന് എങ്ങനെയൊക്കെയാണെന്നൊന്നും ചിന്തിച്ചിട്ട് വേണം മുമ്പോട്ടൊക്കെ നീങ്ങാൻ എന്നൊക്കെ പറഞ്ഞാൽ. എൻ്റെ ചേട്ടൻ ഞാൻ ഗുജറാത്തിലായിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വാക്ക് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ചേട്ടനും ഇന്നും ഭൂമിയിലില്ല. ചേട്ടൻ പറഞ്ഞു, ജോലി എന്തോ ഓർത്തോണ്ടെന്ന് അറിയത്തില്ല, ജോലിയെല്ലാം വിട്ടുകളഞ്ഞേച്ചിറങ്ങിയിരിക്കുന്നത്. ജോലി ചെയ്ത സമയത്ത് ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ബൈബിൾ കോളേജ്, അത് കഴിഞ്ഞ് ആര് കൊടുക്കുമെന്നും പറഞ്ഞ ജോലിയൊക്കെ വിട്ടിട്ടിരിക്കുന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞു കേൾപ്പിച്ചു. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ ആ ദിവസങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിച്ചു. കുഞ്ഞിന് പനി വന്നു. അതിനുശേഷം ആഹാരം 9 ദിവസം ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. 9 ദിവസം ആഹാരം ഇല്ലാതിരുന്നിട്ട് എൻ്റെ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞ് ഇത്രയും ദിവസം 5 വയസ്സുള്ള ഒരു കുഞ്ഞുങ്ങൾ ഉപവാസം എടുത്തിട്ടുണ്ടാവില്ല ലോകത്തെങ്ങും. എന്നാൽ എൻ്റെ കുഞ്ഞിനെ കർത്താവ് എങ്ങനെ സർവൈവ് ചെയ്യുവാൻ അനുവദിച്ചു എന്ന് സ്വർഗത്തിലെ അപ്പച്ചന് മാത്രം അറിയാം. 10ാമത്തെ ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ വിസിറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ ഒരു വീട്ടിലോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് മണി ഓർഡറുമായി പോസ്റ്റ്മാൻ വന്നു. പോസ്റ്റ്മാൻ ഒരു മണി ഓർഡർ കൊണ്ട് തന്നത് UP-യിൽ നിന്ന് ഒരു ദേവദാസൻ അയച്ചതാണ്. ആ ദേവദാസിന്റെ മണി ഓർഡർ കൂപ്പൺ ഇങ്ങനെ, ദേവദാസിനെ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ അയക്കുന്നത്. എൻ്റെ കയ്യിൽ 300 രൂപ ഉണ്ടായിരുന്നു. 600 രൂപ ഞാൻ ചർച്ചിൽ നിന്ന് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അയക്കുകയാണ്. കാരണം കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു നിങ്ങൾ വളരെ കഷ്ടത്തിലായിരിക്കുന്നു എന്ന്. അങ്ങനെ 10ാമത്തെ ദിവസം കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൽ ആഹാരം വയ്ക്കുവാൻ സഹായിച്ചു. സ്വർഗത്തിലെ അപ്പച്ചന്റെ ഓരോ പാഠശാലയിലും വിജയകരമായി മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിച്ചു എന്നുള്ളത് ഒരു വലിയ സാക്ഷ്യം തന്നെയാണ്, ഒരു വലിയ അനുഭവമാണ്. നാം കർത്താവിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവങ്ങളും പ്രതികൂലമായി ഭവിക്കുകയില്ല. കാരണം ദൈവവചനം പറയുന്നത് അത് തന്നെയാണല്ലോ, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് തന്നെയായിരുന്നു. ഞങ്ങൾ 3 പേര് ഒരു പ്രാവശ്യം പനിയായിട്ട് ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ ഒരു ഡബിൾ കോട്ട് കിടപ്പുണ്ട്, അത് വീട്ടുകാരന്റെ തന്നെയാണ്. അതിനകത്ത് ഞങ്ങൾ 3 പേരും ഭയങ്കര പനിയായിട്ട് കിടപ്പിലായി. ആദ്യം പനി മോൾക്കാണ് വന്നത്. മോളെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ സാഹചര്യം ഇല്ലായിരുന്നു. കാരണം മരുന്നൊന്നും ഞങ്ങൾ വാങ്ങിക്കുകയില്ലായിരുന്നു ആ സാഹചര്യത്തിൽ. അങ്ങനെയായിരുന്നു, മരുന്ന് മേടിക്കാറില്ല. ഞങ്ങളുടെ ചർച്ചിലെ അന്ന് ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ എന്തോ പറഞ്ഞാലും ഞാൻ കുഞ്ഞിനെ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ദൂരെ ഒരു മലയാളി ഡോക്ടർ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് അടുത്ത് കൊണ്ടുപോയി ഞാൻ കൊച്ചിന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പോകുന്നത്. സൈക്കിളാണ് എല്ലാവരുടെയും കയ്യിലുള്ളത്. ആ സഹോദരന്റെ സൈക്കിളില് കുഞ്ഞിനെ കൊണ്ട് ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവൾക്ക് ഭയങ്കര പനി വന്നിട്ട് കുഞ്ഞ് 2 ദിവസമായി മൂത്രം ഒഴിച്ചിട്ട് പോലും അതേ സാഹചര്യത്തിൽ കിടക്കുക. അപ്പം കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി അവര് ട്രിപ്പിനകത്ത് തന്നെ കുറച്ച് മെഡിസിൻ ഒക്കെ കൊടുത്ത് ആ ടേബിളിൽ കിടന്നുകൊണ്ടാണ് 3-ാമത്തെ ദിവസം കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നത്. ഏതായാലും ആ മെഡിസിൻ തീർന്നപ്പോഴേക്ക്, ആ ട്രിപ്പ് തീർന്നപ്പോഴേക്ക് കുഞ്ഞിന്റെ പനി ഒന്ന് വിട്ടു. അങ്ങനെ അല്പം ആശ്വാസമുണ്ടായി. എന്നാൽ അതിനേക്കാൾ വലിയ വിപത്തായിരുന്നു അപ്പുറത്തെ ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന ദേവദാസൻ അവിടെ ഇരുന്ന ഇരിപ്പിൽ തന്നെ പനി കൂടിയിട്ട് കിടുങ്ങലും ഭയങ്കര അസ്വസ്ഥതയായി. ഞങ്ങളെ കൊണ്ടുവന്ന സഹോദരൻ വീട്ടിൽ തിരികെ പോയി. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ, ഇവരെ ഇന്ന് ഞങ്ങൾ വിടുന്നില്ല. കാരണം അവര് മലയാളികളാണ്, പത്തനംതിട്ട ഭാഗത്തുള്ള. ഇവരെ ഞങ്ങൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തോളാം, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞ് അവരെ വിട്ടു. ചാച്ചൻ അവിടെ തന്നെ ആയിരുന്നു. മെഡിസിനൊക്കെ ചാച്ചനും കൊടുത്തു. അതിനുശേഷം മെഡിസിൻ എടുക്കുന്ന ഇല്ലായിരുന്നു. കാരണം താൻ മെഡിസിൻ എടുക്കത്തില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ രാത്രി അവിടെ കിടന്ന് ഭയങ്കര പനിയൊക്കെ ആയിരുന്നു. രാവിലെ ഭയങ്കര മഴയുണ്ട്. ഞങ്ങൾക്ക് അവിടുന്ന് വരണം, സൈക്കിളിൽ വേണം വരാന്. ചാച്ചന് നല്ല കിടുങ്ങലും പനിയും. എനിവേ ചാച്ചൻ പറഞ്ഞ് നമുക്ക് ഇവിടെ കിടക്കണ്ട, നമുക്ക് വീട്ടിൽ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ആ ഡോക്ടർ ചോദിച്ചു പോകാമോ പാസ്റ്ററെ, എങ്ങനാ?
എന്ന് ചോദിച്ചു. കുഴപ്പമില്ല പാസ്റ്റർ, ഡോക്ടർ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സൈക്കിളിൽ എന്നെയും കുഞ്ഞിനെയും പുറകിലിരുത്തി ചാച്ചൻ സൈക്കിൾ ചവിട്ടി കുറെ ദൂരം വന്നപ്പോൾ, ഒരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ മൊത്തം ഖേത്തിയുടെ നടുവിലുള്ള ഒരു റോഡ്. അവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഈ ജമ്മുക്കാര് ഈ എരുമകളെ വെക്കുന്നവരുണ്ട്. എരുമ ഒരു 10, 250, 300 എരുമ കാണും ഒരാളുടെ കൂട്ടത്തില്. അതിനെ ഇങ്ങനെ നടത്തിക്കൊണ്ടുവരുന്നു. അപ്പൊ ഇത് ഈ എരുമകളെല്ലാം റോഡ് നിറഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പോകാനൊക്കെ തുടങ്ങി. ഞങ്ങൾ ഒരു സൈഡിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറി. അവിടെ നിന്ന് മഴ അങ്ങ് തുടങ്ങി. പേരും മഴ. ഞങ്ങള് മഴയും നനഞ്ഞു. ഈ എരുമകൾ ഇത്രയും പോയി തീരുന്നതിന് അവിടെ നിന്ന് നനഞ്ഞു കഴിഞ്ഞ് ചാച്ചൻ ഞങ്ങളെ സൈക്കിളെ കയറ്റി കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോ ഒരു ഖേത്തിയുടെ സൈഡിൽ ഒരു ഷെഡുണ്ട്. ഓരോ ഖേത്തിയുള്ളവർക്ക് അവർക്കൊരു ഷെഡ് കാണും, മോട്ടോർ വെച്ചേക്കുന്ന കിണറൊക്കെ ഉള്ള. അപ്പൊ ഞങ്ങൾ അവിടേക്ക് ചെന്നു. അവിടെ ഇച്ചിരി ഇരുന്നുണ്ടെങ്കിൽ ചാച്ചന്റെ കണ്ടമാനം അങ്ങ് കിടുങ്ങുക. അപ്പൊ ആ ഖേത്തിയുടെ ഒരു വയസ്സിൽ ചെന്ന മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് പോവും. കാരണം പുള്ളിയുടെ വിചാരം ഇവർക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാലും സമാധാനം പറയണല്ലോ. അത് വിചാരിച്ചു പുള്ളി പറഞ്ഞു എളുപ്പം ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു അല്പം മഴയൊന്ന് തോർന്നപ്പോഴേക്ക് ഞങ്ങൾ അവിടുന്ന് ചാച്ചൻ ഞങ്ങളെ സൈക്കിളിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് ചാച്ചന് കണ്ടമാന ഛർദിലും കിടുങ്ങലും പനിയും എന്ന് വേണ്ട ഭയങ്കര ബന്ധപ്പാട്. ചാച്ചനെ മോളെ ശുശ്രൂഷിച്ച് എനിക്കും പനിയായി. ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഒരേ കിടപ്പ. വെള്ളം എടുത്ത് തരാൻ ആരില്ല. അങ്ങനെ ഇരുന്നപ്പോ ഈ എന്ന് പറഞ്ഞ ഫാമിലി വന്നു, ചോദിച്ചു, അയ്യോ പാസ്റ്റർ, നിങ്ങൾ ഇത്ര വയ്യാതെ കിടക്കുമായിരുന്നോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞില്ലാത്തെന്താ എന്നൊക്കെ പറഞ്ഞു. അവരെയൊക്കെ ചായ ഒക്കെ ഇട്ട് ബന്നൊക്കെ മേടിച്ചിട്ട് തന്നു. അതിനുശേഷം അന്ന് വൈകിട്ട് വളരെ ദൂരെ നിന്ന് ഒരു പെൺകുട്ടി 6-ാം തീയതി വരുന്നുണ്ടായിരുന്നു. അവള് ഞങ്ങളെ കാണാനായിട്ട് വന്നപ്പോ ഞങ്ങള് 3 പേരും ഇതുപോലെ സുഖലാ കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഇവള് ഞങ്ങളുടെ അലമാരയിൽ ഇരുന്ന പുസ്തകങ്ങൾ ഇങ്ങനെ തപ്പിയെടുത്തിട്ട് ഒരു പഴയ ഡയറി എടുത്ത്, ചാച്ചന് ചേട്ടൻ ലുധിയാനയിലുണ്ട്. അപ്പൊ ആ ലുധിയാനയിലുള്ള ചേട്ടന്റെ ഫോൺ നമ്പർ കിട്ടി പുള്ളിക്ക്. അവര് ഫോൺ ചെയ്ത് ചേട്ടനെ അറിയിച്ചു, ഇതുപോലെ നിങ്ങളുടെ സഹോദരനും കുടുംബമായിട്ട് ഇവിടെ സുഖിതാ കിടക്കും, അതുകൊണ്ട് എല്ലാവരും വന്നാൽ കൊള്ളാം. അങ്ങനെ ഇരിക്കുമ്പം ചാച്ചൻ അന്ന് ലുധിയാനയില് അച്ചാച്ചൻ താമസിച്ചതിന്റെ അടുത്തൊരു AG ചർച്ച് ഉണ്ടായിരുന്നു. പാസ്റ്റർ NS എബ്രഹാമാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അച്ചാച്ചൻ വിചാരിച്ചു ഈ ഏജിലെ പാസ്റ്റർ ആകുമ്പോൾ പുള്ളിക്ക് പോകാൻ ഒക്കെ അറിയാമായിരിക്കുമല്ലോ, AG ചർച്ചാണല്ലോ എന്ന് വിചാരിച്ച് ആ പാസ്റ്ററേയും കൂടെ കൂട്ടി ഒരു ദിവസം സന്ധ്യ ആയപ്പം ഞങ്ങളുടെ അവിടെ വന്നു. അന്ന് രാത്രി ഞങ്ങളുടെ അവിടെ തങ്ങിയിട്ട് രാവിലെ എന്നെയും ചാച്ചനെയും മോളെ കൂടെ കൊണ്ട് ചാച്ചൻ അവരുടെ വീട്ടിലേക്ക് ലുധിയാനയ്ക്ക് കൊണ്ടുപോയി. അടുത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു പറഞ്ഞു, അപ്പൻഡിക്സ് ആണ്, ചാച്ചന് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അത് കത്രയായി തീരും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓപ്പറേഷൻ ഡേറ്റും തീരുമാനിച്ചു. അന്ന് നടക്കുന്ന ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് 14-ാം തീയതി ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ചാച്ചന്റെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു. എനിക്കാണെങ്കിൽ ടൈഫോയിഡ് ഒത്തിരി കൂടി പോയിട്ട് ബ്ലഡിനകത്ത് ടൈഫോയിഡ് ഒത്തിരി കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് എടുത്തു. അതിനുശേഷം ഒരാഴ്ചയോളം ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്നു, മെഡിസിൻ എടുത്തോണ്ടിരുന്നു. ഒരാഴ്ച ചെന്നപ്പോ കഴിഞ്ഞ ചാച്ചന്റെ ഓപ്പറേഷന് 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്തെന്ന് അന്വേഷിച്ചിട്ട് ഡോക്ടർ ഇല്ല. അപ്പൊ ചാച്ചൻ പറഞ്ഞു, പിന്നെ എന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന ആരാ? അത് പുറത്തുനിന്ന് ഡോക്ടർ വന്നാ ചെയ്യുന്നത്. അപ്പം ചാച്ചൻ പറഞ്ഞു, പുറത്തുനിന്ന് ഡോക്ടർ വന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് ടേക്ക് കെയർ ആര് ചെയ്യും? അങ്ങനെ ചോദിച്ചു. അതൊരു കൺഫ്യൂഷനായി. അപ്പൊ ചാച്ചൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട, റിപ്പോർട്ട് എല്ലാം ഞാൻ തന്നേരം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് എല്ലാം വാങ്ങിച്ചുകൊണ്ട് ചാച്ചൻ കൊണ്ടുവന്നു. അതും കൊണ്ട് ഞങ്ങൾ TMC പോയി. TMC ചെന്നപ്പോ ചാച്ചനെ അറിയാവുന്ന ഡോക്ടേഴ്സ് അവിടെ ഒത്തിരി ഉണ്ട്. കാരണം ചാച്ചൻ അവിടെ ആരാധനയിൽ സംബന്ധിച്ച് ഡോക്ടേഴ്സ് ഒക്കെ ഒത്തിരി കാരണം ഡോക്ടർ അലക്സ് എബ്രഹാമിന്റെ വൈഫിനെ കണ്ടു. വൈഫിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനിവിടെ ഒരു ഡോക്ടറെ കാണിക്കാം, ഫാസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കുക. അങ്ങനെ ചാച്ചനെ അവിടെ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രൈവറ്റ് ഡോക്ടറെ അടുത്ത് പോയി അകപ്പെട്ട് പോകരുത്, ഓപ്പറേഷന്റെ ആവശ്യമൊന്നും ഇല്ല, ഞാനൊരു ഗുളിക തരാം, അത് വാങ്ങിച്ച് ഫാസ്റ്റ് കഴിക്കാൻ പോകും, അത് കഴിഞ്ഞ് വേദന ഉണ്ടെങ്കിൽ പറഞ്ഞാൽ. അങ്ങനെ മൂന്ന് ഗുളിക വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞ് ചാച്ചന വേദന മാറി, പനി കുറഞ്ഞു. പിന്നെ ഓപ്പറേഷന്റെ കാര്യം വന്നില്ല. ഇതിനിടയ്ക്ക് കാരണം ഞങ്ങൾ താമസിക്കുമ്പോൾ ഒരു വ്യക്തി ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. അത് ആരാന്ന്
ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു ശേഷത്തെ രൂപത്തിലാണ് വന്നത്. ഞങ്ങൾ ഇത്ര വർഷത്തിലേക്ക് ഞാൻ ശേഷവും കണ്ടിട്ടില്ല. അദ്ദേഹം ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇല്ലാതെ ഇരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി കർത്താവ് എന്നോട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ വിശ്വാസത്തോടെ വന്നു. ആ ദേവദാസൻ വൈകിട്ട് ഒരു 4 മണി വരെ ഞങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളെ അച്ഛന്റെ വീട്ടിലെ താമസിക്കുന്ന അച്ഛൻ്റെ ജോലിക്ക് പോകും. അച്ഛന്റെ കൊച്ചുമക്കള് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞാനും ചാച്ചനും മോളും മകളും ഞങ്ങളോടൊപ്പം എടുത്ത ആ ദേവദാസൻ വൈകുന്നേരം പ്രാർത്ഥിച്ച് ചാച്ചനോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾക്ക് ഓപ്പറേഷൻ നടക്കത്തില്ല, നിങ്ങളുടെ കയ്യിൽ മനുഷ്യന്റെ കൈ കത്തി വെക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈ ദേവദാസൻ അവിടുന്ന് പോയി. അത് ആരാണ് അദ്ദേഹത്തിന്റെ പേര് ഒരാളില്ല. കർത്താവിന്റെ നാമത്തിൽ ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിശ്വാസമില്ല. ദൈവം തന്റെ അയച്ചു, ദൈവത്തിന്റെ ആലോചന അറിയിച്ചു. അതുപോലെ തന്നെ എന്ന് മാത്രം ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ചികിത്സ ചെന്നപ്പോ അവര് ഡോക്ടേഴ്സ് പറഞ്ഞു, വേണ്ട, ഓപ്പറേഷൻ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇനി ഇതിന് വേദന ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് കർത്താവ് ഞങ്ങളെ അവിടുന്ന് രക്ഷപ്പെടുത്തി വിടുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ വന്ന് 1-2 ദിവസങ്ങൾക്ക് അകം തന്നെ ഞങ്ങൾ മടങ്ങി വില്ലേജ് ജലന്ധറിലെ ചിട്ടി വില്ലേജിലേക്ക് വരുവാനിടയായി തീർന്നു. അവിടെ വന്ന് ഞങ്ങളുടെ വേലയിൽ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ 1 വർഷം കഴിഞ്ഞപ്പോൾ 96 കർത്താവ് ഞങ്ങൾക്കൊരു മോനെ കൂടെ ദാനം ചെയ്തു. അതിനുശേഷം കുഞ്ഞിന് 1.5 വയസ്സായി കഴിഞ്ഞപ്പോൾ അവന് അസുഖമായി. കുഞ്ഞിനൊക്കെ അസുഖം വന്നാലും മരുന്നൊന്നും വാങ്ങിക്കാൻ ഞങ്ങളുടെ മക്കളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് മരുന്ന് വാങ്ങിക്കാൻ ഒട്ടും നിവർത്തിയില്ല. കർത്താവിനോട് പറഞ്ഞ്, കർത്താവ് വെച്ച എങ്ങനെയായാലും കുഞ്ഞിനെ ഈ സൗഖ്യം തന്നെ മതിയാവും, ഞങ്ങളുടെ കൂടെ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചർച്ചിന്റെ ഒരു ഫോർമേഷൻ ഒക്കെ ആയി. 94 ഞങ്ങൾ വന്നു. 95 5 ആൾക്കാര് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാൻ കർത്താവ് സഹായിച്ചു. അവര് റെഗുലർ ആരാധനയ്ക്ക് വരുന്നുണ്ട്. അവരോടൊപ്പം മറ്റനേകം ആരാധനയ്ക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. കുഞ്ഞിന് അസുഖമായതിനു ശേഷം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ജലന്ധറിലുള്ള പാസ്റ്റേഴ്സിനും മനസ്സിലായി. അവരറിഞ്ഞ ശേഷം വന്ന് പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾ വില്ലേജിലല്ലയോ താമസിക്കുന്നേ, നിങ്ങൾ മരുന്ന് എടുക്കുന്നില്ലെങ്കിൽ എടുക്കണ്ട, കുഞ്ഞിനെ ഏതായാലും മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കുക, നാളെ അവനെ കൊണ്ടുപോവാ, ഞങ്ങൾ അവിടെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് അതിന് കുറച്ചു മുമ്പ് തന്നെ ഞാൻ ഇവിടെ അടുത്തൊരു സ്കൂളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിലും പഞ്ചാബ് ബോർഡിന്റെ സ്കൂളില് ജോലി ചെയ്യുവാൻ മോള് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, മോളെ സ്കൂളിൽ വിട്ടപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞതാണ്, കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാളിന് ഒത്തിരി സന്തോഷം തോന്നി. മാഡം പറഞ്ഞു, മാഡം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് പ്രയാസം ഉണ്ടായിരിക്കും, കാരണം പഞ്ചാബി പിള്ളേരെല്ലാം പഞ്ചാബിയാ പറയുന്നത്, എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അല്പം പ്രയാസം തോന്നി. എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. ശരിയെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ മോളുടെ കയ്യിലും മെസ്സേജ് കൊടുത്തു വിടാം, അത് കൊടുത്തു വിടുമ്പം ഇവിടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ മോള് മെസ്സേജ് കൊണ്ടുവന്നു. സ്കൂളിലേക്ക് മാഡം വിളിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പോകാൻ യാതൊരു സാധ്യതയില്ല. അന്ന് ഞങ്ങൾ താമസിക്കുന്ന, ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ജലന്ധർ വരെ പോകണമെങ്കിൽ 30 രൂപയാണ് ടിക്കറ്റ്. അന്ന് 3 രൂപയായിരുന്നു ഞാൻ ആ സ്കൂൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. 3 രൂപ പോകാനും 3 രൂപ വരാനും. അപ്പൊ ഈ 6 രൂപ എന്റെ കയ്യിലില്ല. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവേ, ഞാൻ എന്താ ചെയ്യും, മാഡം വിളിക്കുന്നല്ലോ, ചെന്നൊന്ന് മീറ്റ് ചെയ്യാനെങ്കിലും. അപ്പം ചാച്ചൻ ഒരു കാര്യം ചെയ്യും, നീ പ്രാർത്ഥിക്കും, കർത്താവിന്റെ ഇഷ്ടമാണെങ്കിൽ കർത്താവ് തരും 6 രൂപ എന്ന് പറഞ്ഞു. എന്നിട്ട് ചാച്ചൻ തന്നെത്താനെ അവിടെ ഇവിടെ എല്ലാം പെട്ടിയെല്ലാം അരിച്ചു പറക്കി ഈ സിക്ക കോയിൻസ് ഒക്കെ നുള്ളി പറക്കി 6 രൂപ എന്റെ കയ്യിൽ തന്നു. അപ്പൊ എന്റെ കർത്താപ്പച്ചനോട് ഞാനൊരു തീരുമാനം ചെയ്യുകയായിരുന്നു. 6 രൂപ എന്റെ കയ്യിൽ തന്നു. ഞാൻ എന്റെ പേഴ്സിലൊക്കെ ഇട്ടുകൊണ്ട് മാഡമിനെ കാണാനായിട്ട് പോകാം. അപ്പൊ ഞാൻ പോയപ്പോൾ എന്റെ കർത്താവിനോട് ഞാനൊരു കാര്യം പറയാം. അന്ന് ഇതുപോലെ നല്ല മഴയുള്ളൊരു ദിവസമാണ്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താപ്പച്ച, ഞാൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഈ 6 രൂപ എന്റെ പേഴ്സിനകത്ത് ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കാം ഞാൻ സ്കൂളിൽ പോകുന്നത് കൊണ്ട് എന്റെ അപ്പച്ചന് താല്പര്യമാണെന്ന്, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പം അതുകൊണ്ട് ഈ പൈസയൊക്കെ ആയിട്ട് ഞാൻ ഒരുങ്ങി ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു. ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പം എന്റെ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരന്റെ ഭാര്യ
വേറെ ഒരിടത്ത് ഒരു സ്കൂളിൽ പോകുന്നു. അവര് ആ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് വിളിച്ചേക്കുക. അപ്പൊ ആ സ്കൂളിന്റെ ബസ്സിലാണ്. അവർക്ക് വേറെ വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ അവരുടെ സ്കൂൾ ബസ് വന്നു. അവരുടെ സ്കൂൾ ബസ് വന്നപ്പോ അവര് ഡ്രൈവറോട് ചോദിച്ചു എന്നെ കൂടെ ഒരു സവാരിയെ കൂടെ കൊണ്ടുപോകാം. അപ്പൊ ഡ്രൈവർ പറഞ്ഞു മഴയുള്ള ദിവസമായതുകൊണ്ട് പുള്ളി വന്ന് കുഴപ്പമില്ല, കൈക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു സ്കൂൾ ബസ്സിൽ കയറി എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി ഞങ്ങൾ സ്കൂളിൽ ചെന്നു. സ്കൂളിൽ ചെന്നു നല്ല മഴയുള്ള ദിവസം. എല്ലാ ക്ലാസ്സുകളിലും പിള്ളേർ കുറച്ചേ വന്നിട്ടുള്ളൂ. അപ്പം ഉച്ചയ്ക്ക് ചുട്ടിയായ സമയത്ത്, അവധിയായ സമയത്ത് ഓട്ടോറിക്ഷക്കാരൻ മോളെ വിളിച്ചോണ്ട് പോകാനായിട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു, മാഡം ഇന്ന് പിള്ളേരൊന്നും ഇല്ല, പിള്ളേർ 2-3 പിള്ളേരേ ഉള്ളൂ, മാഡം വരുന്നുണ്ടെങ്കിൽ റിക്ഷയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രിൻസിപ്പലിനോട് ചോദിച്ചു, ഡ്രൈവർ പറയുന്നു റിക്ഷയിൽ ചെല്ലുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം, എന്നാ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് ജോയിൻ ചെയ്തു. ദൈവം എനിക്ക് വേണ്ടി വലിയ ചെയ്തു. അവിടെ ജോലി കണ്ടിന്യൂ ചെയ്തതിന് ശേഷം എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. സ്കൂൾ പഞ്ചാബ് ബോർഡ് ആയത് കാരണം അതിന് ദൈവം വഴിയൊരുക്കി അവളെ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുവാൻ സഹായിച്ചു. അവിടെ നിന്ന് ഫീസിന് യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്നിടത്ത് കർത്താവ് അവൾക്ക് ഫീസിന് വേണ്ടി വഴികളെ ഒരുക്കി വലിയ ഒരു അത്ഭുതം ചെയ്ത് അവളെ ആ സ്കൂളിൽ നിന്ന് പഠിച്ച് നല്ല മാർക്കോടെ പുറത്തിറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം മോന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവനൊരു പനി വരുവാനിടയായി തീർന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പനി വന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത മെഡിസിൻ അവന്റെ ബ്രെയിൻ പിടിച്ചിട്ട് കുഞ്ഞ് കോമയിലേക്ക് പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്ത് വേണം ഒന്നും അറിയത്തില്ല. ഹോസ്പിറ്റലിൽ 1-2 ഹോസ്പിറ്റലുകൾ ചേഞ്ച് ചെയ്തു. അവിടെ നിന്ന് CMC മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അവന്റെ പിന്നാലെ മരണം കൂടിയിരിക്കുകയായിരുന്നു. അവൻ കൊണ്ടുപോയ ആംബുലൻസിന്റെ വീൽ ഊരിപ്പോയിട്ട് കുഞ്ഞിനെ അവിടെ എത്തിക്കുവാൻ സാധിക്കാതെ വന്നു. എന്നാൽ അത് നന്നാക്കി അവിടെ കൊണ്ട് എത്തിച്ചു. അവിടെ എമർജൻസിയിലേക്ക് ചെന്നപ്പോൾ എമർജൻസിയിൽ വെച്ചിട്ട് അവരുടെ വെന്റിലേറ്റർ ഘടിപ്പിക്കുവാൻ തുടങ്ങിയ സാഹചര്യത്തില് അവന്റെ ജീവൻ അവന്റെ ശരീരത്തിൽ നിന്ന് പോയി. 3 അറ്റാക്ക് 1 മിനിറ്റിനുള്ളിൽ സംഭവിച്ചിട്ട് അവന്റെ ജീവൻ അവന്റെ ശരീരത്തിൽ നിന്ന് അറ്റുപോയി. എന്നാൽ എന്ത് ചെയ്യണം ഒന്നും അറിയാത്ത സാഹചര്യത്തിൽ ഡോക്ടേഴ്സ് എല്ലാം അന്തം വിട്ടു നിന്ന സാഹചര്യം. എന്നാൽ 15 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് കടന്നു പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഡോക്ടേഴ്സ് മെഡിക്കൽ സൂപ്രണ്ടിനോട് പറഞ്ഞു, മാഡം നിങ്ങൾ ഡിക്ലെയർ ചെയ്യ് ഈ കുഞ്ഞിനെ, ഇങ്ങനെ ഒരു ബോഡി നമ്മുടെ അടുത്ത് വന്നാൽ 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ നോക്കും, അതിനുശേഷം നമ്മൾ ഡെഡ് ഡിക്ലെയർ ചെയ്യുകയാണല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു. എന്നാൽ ഏകദേശം 45 മിനിറ്റിന് ശേഷം ഡോക്ടർ പറഞ്ഞു 1 മിനിറ്റ് കൂടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് തീരുമ്പോൾ തന്നെ അവർക്ക് ആ TV-യിൽ കുഞ്ഞിന്റെ ഹേർട്ട് എഗെയിൻ ചലിക്കുന്നത് കാണുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന് വലിയ അത്ഭുതം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. കർത്താവ് എന്റെ കുഞ്ഞിന്റെ പ്രാണനെ അവന്റെ ശരീരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ദൈവം വലിയ അത്ഭുതം ചെയ്ത് അവന്റെ പ്രാണനെ കൊണ്ടുവന്നപ്പോൾ വെളിയിൽ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി തീർന്നു കുഴപ്പമില്ല എന്ന്. അതിന് അല്പം മുൻപായിരുന്നു സെക്യൂരിറ്റിയോട് മനുഷ്യൻ ചോദിക്കുക, അകത്ത് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറയുന്നത് കേട്ടു, ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോയ പയ്യൻ തീർന്നു പോയി എന്ന്. പറഞ്ഞ് ഏകദേശം 1 മണിക്കൂറായപ്പോൾ ഇല്ല കുഴപ്പമില്ല കുഞ്ഞ് ഉണ്ട് എന്ന് കേൾക്കുവാനിടയായി തീർന്നു. അതിനുശേഷം അവനെ അവിടെ നിന്ന് ട്രോമ ICUവിലേക്ക് മാറ്റി. ICUവിനുള്ളിൽ ഏകദേശം 1 മാസത്തോളം അവൻ കഴിയുവാനിടയായി തീർന്നു. അതിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുവാൻ കഴിയുമായിരുന്നില്ല. 15 ദിവസം കഴിഞ്ഞപ്പോൾ ട്രെക്കോസ്റ്റമിയിൽ കൂടെ അവന് റെസ്പിറേഷൻ കൊടുക്കുവാനിടയായി തീർന്നു. കാരണം വെന്റിലേറ്റർ വെച്ചിട്ട് അവന്റെ വായ്ക്കുള്ളിൽ കൂടെ ഇൻഫെക്ഷൻ അകത്തേക്ക് പോകുന്നത് കാരണം. അങ്ങനെ അവനെ ഏകദേശം 1 മാസത്തോളം അവിടെ CMC മെഡിക്കൽ കോളേജിൽ ICUവിൽ തന്നെ സൂക്ഷിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു ഇവനെ പ്രൈവറ്റ് റൂം എടുത്ത് വെളിയിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്, വാർഡിലേക്ക് മാറ്റിയാൽ ഇവന് ഇൻഫെക്ഷൻ ഉണ്ടാകും, കാരണം ട്രെക്കോസ്റ്റമി കൂടെ റെസ്പിറേഷൻ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങള് പുറത്ത് റൂം എടുത്ത് അവിടേക്ക് അവനെ മാറ്റി. പിന്നെ ഒരു വീൽ ചെയർ വാങ്ങിച്ച് ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിടയായി തീർന്നു. ആ ദിവസങ്ങളിൽ അവന് വേണ്ടി കർത്താവിന്റെ ദൈവമക്കൾ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. ലോകത്തെമ്പാടും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിലെല്ലാത്തിനും ഉപരിയായി ഹോസ്പിറ്റൽ എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വലിയ പ്രശ്നം. എന്നാൽ അതിനൊരു മുടക്കം പോലും വരുത്താതെ കർത്താവ് അത്ഭുതകരമായി CMC ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കും. കാരണം ഒരു മിഷണറിയുടെ പൈതലാണ്, അവന്റെ ബെഡിലേക്ക് മെഡിസിൻ പോകുന്നത്, നിൽക്കരുത് മുടങ്ങരുത് എന്ന് പറഞ്ഞ്
അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുവാനിടയായി തീർന്നു. ഏകദേശം 12 ലക്ഷത്തിലധികം രൂപ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ആകുവാനിടയായി. എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെ കൊടുത്തെന്നോ സ്വർഗത്തിലെ അപ്പച്ചന് മാത്രം അറിയാം. ഡോക്ടേഴ്സ്, CMCയിലുള്ള ഡോക്ടേഴ്സ്, അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വെളിയിലൊക്കെ ആയിരുന്നവരോടെല്ലാം പറഞ്ഞ് അവിടെ നിന്നൊക്കെ പൈസ കളക്ട് ചെയ്താണ് കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തത്. ഇവന്റെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് അവൻ പറയുമായിരുന്നു, ഞാൻ സുവിശേഷ വേല ചെയ്യത്തില്ല, എന്നോട് അത് നിർബന്ധിക്കരുത്, ഞാൻ ഫൗജി ആകാനാണ്, ഞാനൊരു സോൾജിയർ ആകാനാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവൻ സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ മെമ്പർ ആയിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ ഇലക്ട് ചെയ്തു. സ്റ്റേറ്റ് ലെവലിൽ സെലക്ഷൻ കിട്ടിയതിനു ശേഷം സ്റ്റേറ്റ് ലെവലിലെ 3 മാച്ച് അവൻ കളിക്കുവാനും ദൈവം അവന് അവസരം കൊടുത്തു. അതിനുശേഷമാണ് അവന് പനിയാകുന്നത്. എന്നാല് അത് കർത്താവിന്റെ പ്ലാൻ അതല്ലായിരുന്നു. കർത്താവ് അവനെ ഈ ഒരു വഴിയിൽ കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മടക്കി കൊണ്ടുവന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ച പൈതലാണ്. എന്റെ പ്രിയപ്പെട്ടവൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ, എനിക്കും എന്റെ ഭാര്യയ്ക്കും ചെയ്യുവാൻ കഴിയാതിരുന്ന നിന്റെ വേല തീർത്തെടുക്കുവാൻ ഞങ്ങൾക്കൊരു മകനെ തരണമേ. അത് വേല തികയ്ക്കുവാൻ കർത്താവ് തന്ന പൈതലാണ്. അവൻ പറഞ്ഞത്, ഞാൻ ഈ വേല ചെയ്യത്തില്ലെന്ന്. എന്നാൽ കർത്താവിന് അവനെ ഈ ലൈനിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വഴി ആവശ്യമായിരുന്നു. കർത്താവ് തന്റെ ഇഷ്ടം തന്റെ സമയത്തിനുള്ളിൽ തികച്ചെടുക്കുന്നു. അതിനെ തുടർന്ന് ഞങ്ങൾ ഈ സ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രതികൂലങ്ങൾ ഈ പ്രദേശത്ത് ഞങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന അത്രയൊന്നും ഇപ്പോഴില്ല. എന്നാൽ വളരെ പ്രതികൂലങ്ങൾ, മരണകരമായ അനവധി താഴ്വരകൾ, അനവധി അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. അതിൽ നിന്നൊക്കെ ഈ കർത്താവ് ഞങ്ങളെ വിടുവിച്ചു, സൂക്ഷിച്ചു. ഇവിടെ ഒരു സഭ രൂപീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവസഭ ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സൺഡേ സ്കൂള്, യൂത്ത് മീറ്റിംഗ്, ലേഡീസ് മീറ്റിംഗ്, അതുപോലുള്ള ഔട്ട്റീച്ച് വർക്കുകൾ, അതൊക്കെ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ കൃപയെന്നല്ലാതെ മറ്റൊന്നും പറയുവാനില്ല, മറ്റൊന്നും പുകഴുവാനില്ല. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് വന്നാലും അതൊന്നും, പ്രിയമുള്ളവരെ, നമുക്ക് ശാശ്വതമല്ല. കർത്താവ് നൽകുന്ന ആ ഒരു സമാധാനം ഹൃദയത്തിലുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഒരാത്മാവിനെ നാം നേടിയാൽ അത് മാത്രമാണ് നമ്മുടെ ഗെയിൻ എന്ന് പറയുവാനുള്ളത്. ഇന്നും എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, കർത്താവപ്പച്ച, നിനക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാനുള്ള കൃപ തരണമേ. കഴിഞ്ഞ 2021 മകളുടെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച ശേഷം 2021 ജൂലൈ 29-ാം തീയതി കുഞ്ഞിന്റെ മാരേജിന്റെ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ മാസം 13-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ദേവദാസൻ ഹാർട്ട് അറ്റാക്ക് കാരണം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനിടയായി തീർന്നു, താൻ പ്രിയം വെച്ച രാജ്യത്തിലേക്ക്. എന്നാൽ അതിനുശേഷം ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ വളരെ ഞാൻ ചഞ്ചലപ്പെട്ടു. കർത്താവ് ഇനി എങ്ങനെയാകും? എന്നാൽ ഒരു കാര്യം കർത്താവ് ചെയ്തു. മോന് അസുഖം വന്നതിന് ശേഷം 2013 അസുഖം വന്നതാണ്. 2015 കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച ശേഷം ദൈവം തന്ന ആലോചനയ്ക്കത്തോണം അവനെ ബൈബിൾ കോളേജിലേക്ക് പറഞ്ഞു വിടുവാൻ ഇടയായി തീർന്നു. ബൈബിൾ കോളേജിൽ 3 വർഷം അവൻ പഠിച്ചു, 18 വരെ. അതിനുശേഷം കടന്നു വന്ന് പിതാവിനോട് ചേർന്ന് കർത്താവിന്റെ വേലയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആയതിനാൽ പപ്പ പോയതിനു ശേഷം ചർച്ചിന്റെ ചുമതല അവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് മുമ്പോട്ട് പഠിക്കുകയും കർത്താവിന്റെ വേലയിലും അവൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിൽ എന്തെന്ന് പറഞ്ഞാലും അത് മാത്രമേ നിവർത്തിക്കത്തുള്ളൂ. നാം മനുഷ്യരായിരിക്കുന്നവർ അനേക പ്ലാനുകൾ ചെയ്യും, അനേകം ഞാൻ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം ഒക്കെ വിചാരിക്കുമെന്നാൽ അതെല്ലാം നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിവർത്തിക്കപ്പെടും. ആയതിനാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് പറയുവാനുള്ള ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, കർത്താവ്, ദൈവം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ അധ്വാനിക്കുന്നത് കാണണം. മകളെ വിവാഹം ചെയ്തിരിക്കുന്ന ഒരു കർത്താവിന്റെ വേലക്കാരനാണ്. അതുപോലെ മോനും ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിന്റെ വേല കുഞ്ഞുങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നത് കണ്ട് കണ്ണടയ്ക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഈ സ്ഥലത്തെ വേല വളരെ പ്രതികൂലത്തിന്റെ മധ്യത്തിലെങ്കിലും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കൂട്ടം ആത്മാക്കളെ ഇവിടെ കാണുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം എനിക്ക് സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ വിലയേറിയ ദാസന് ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയെ അറിയിക്കുന്നു. എനിക്ക് വേണ്ടി എന്റെ ഈ സാക്ഷ്യം ശ്രവിച്ചു കൊണ്ടിരുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, നാം വിചാരിക്കുന്നതിൽ ഉപരിയായി നമുക്ക് വേണ്ടി വിചാരിക്കുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അനുഭവം ഒരിക്കലും മുറിക്കുവാൻ കഴിയുകയില്ല.
അനുഭവം വലിയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കും. അതിൽ കൂടെ മുൻപോട്ട് പോകുവാൻ നാം സമർപ്പിക്കപ്പെട്ടാൽ മാത്രം മതി. കർത്താവിന്റെ പുസ്തകം എടുക്കുവാൻ ഇടയാക്കി തീർന്നാൽ ഒരിക്കലും ആശ്ചര്യപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മെ കരം പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകും. അവൻ നമ്മെ വിളിച്ചുവെങ്കിൽ അവന്റെ വാഗ്ദത്തം വിശ്വസ്തനായ ദൈവം ഞാനാകുന്നു എന്നുള്ളത് തന്നെയാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകിയാൽ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതം കർത്താവിന് പ്രയോജനമുള്ളതായി തീർന്നാൽ അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. എനിക്ക് സമയം ഒരുക്കി തന്ന ദേവദാസന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയന്റെ ജീവിതത്തിൽ തന്നതായ ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, അടിയൻ ഈ സമയത്ത് അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെയൊക്കെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കണമേ. അടിയനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കളുടെ ജീവിതത്തിലും ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം നീ പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചാ, നിന്റെ കരുണയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അപ്പ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ നാമഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. അപ്പച്ചൻ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കുമാറാകുകയാണ്. നല്ല ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഡോളി ജോയ്. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും കർത്തൃദാസ്യമുള്ളതായ നന്ദി സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയും ചെയ്യുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ വളരെ ഭക്തിയോടെ ഭയത്തോടെ ദൈവസന്നിധിയിൽ വളർത്തപ്പെട്ട് ശമൂവേൽ ബാലൻ ആലയത്തിൽ വളർന്നു വന്നതുപോലെ വളരെ ഭയത്തോടെ ഭക്തിയോടെ ദൈവസ്നേഹത്തിൽ ദൈവശബ്ദം കേട്ട് വളർന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് വൈതരണികൾ, കഷ്ടതയുടെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. അതിൻ്റെ നടുവിലൊക്കെയും അതിനെ അതിജീവിച്ച് മുന്നേറുവാൻ കർത്താവിൻ്റെ കൃപ കൂടെയിരുന്നു. ദൈവദൂതന്മാരെ ദൈവം കാവൽ നിർത്തി. പിന്നത്തേതിൽ കർത്താവ് തൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിക്കുവാനിടയായി തീർന്നു. നിലവിൽ പഞ്ചാബിൽ ജലന്ധറിൽ കർത്താവിന് വേണ്ടി സുസ്ഥിരമായ സേവനമനുഷ്ഠിക്കുവാൻ കുടുംബമായി കർത്താവ് അയക്കുകയും എന്നാൽ അവിടെ നേരിട്ടതായ അനേക പ്രതിസന്ധികളുടെ നടുവിലും ഇന്നും കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല ഒരു സാക്ഷ്യം പറയണമെങ്കിൽ നമ്മൾ ചില വില കൊടുത്തേ മതിയാവുകയുള്ളൂ. കർത്തൃദാസിയുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടത് പലതും നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വാത്സല്യ മാതാവും ഏക മകനുമായിട്ട് ഇന്ന് ജലന്ധറിൽ കർത്താവിൻ്റെ വേലയുള്ള ബത്തിലായിരിക്കുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സൗഖ്യവും ആരോഗ്യ ദീർഘായുസ്സ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഏറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നയോളം കൊണ്ടുവന്ന കർത്താവ് ഇനി ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കരം പിടിച്ച് നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ എവരുടെയും വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. മാത്രമല്ല, എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥന നടന്നു വരുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony
2020@gmail.com.